So, hi, dear all. Good evening to all. Warm welcome. അഭിലാഷ് സാറ് എത്തിയിട്ടുണ്ട്, ജോയ് സാറുണ്ട്, ടോം സാറുണ്ട്, GST ബാച്ച് 7-ലെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. ഒരു 3-4 പേരും കൂടി നമുക്ക് ജോയിൻ ചെയ്യുമായിരിക്കും, അവരുടെയും തിരക്കുകളുണ്ട്. സോ വളരെ സന്തോഷം, രണ്ട് കാര്യത്തിൽ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. ഒന്ന്, GST ബാച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നൊരു ദിവസം. അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ട്രെയിനർ എന്ന നിലയിലേക്ക് നമ്മൾ കുറച്ച് പഠിക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനാണ് ഇപ്പോൾ ഇവിടെയുള്ള അഭിലാഷ് സാറ്. അപ്പോൾ ഒരു മത്സരത്തിൽ പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ മത്സരത്തിൽ 44 പേരോട് മത്സരിച്ച് ഞങ്ങൾ 12 പേര് അതിലേക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ എനിക്കും ആ 12 പേരിൽ ചേരാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം ഉണ്ട്, ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ്. അപ്പം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതോടൊപ്പം തന്നെ നമ്മൾക്കും എനിക്കും സന്തോഷമുള്ള ദിവസമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. കാരണം അഭിലാഷ് സാറിൻ്റെ കുറച്ച് വാക്കുകൾ നിങ്ങൾ എന്തായാലും കേൾക്കണം. ഒരു എന്താ പറയുക, ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് 2021-ലാണ്. പറ്റുന്ന ആളുകൾ വീഡിയോ ഓൺ ചെയ്ത് വരിക. കാരണം അഭിലാഷ് സാറിനെ കേൾക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, വലിയ തിരക്കുള്ള ആളാണ്. പക്ഷേ പേഴ്സണലി ഇത് 3-4 വർഷത്തെ പരിചയം കൊണ്ട് ഞാൻ ഇന്നലെയും കൂടി സാറിന് ഇന്നലെ മിനിഞ്ഞാന്നും കൂടി വെള്ളിയാഴ്ചയാണ് സാറിൻ്റെ അടുത്ത് പോകുന്നത്. 3 ദിവസം സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ് സാധാരണ അഭിലാഷ് സാറിൻ്റെ സെഷൻ വെച്ചിട്ടാണ് എപ്പോഴും തുടങ്ങി വയ്ക്കുക. കാരണം എൻ്റെ ഗുരുനാഥനും കൂടിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാനും ഒക്കെ സത്യം പറഞ്ഞാൽ എന്നെയൊക്കെ പ്രാപ്തനാക്കി, കുറച്ച് സംസാരിക്കാനൊക്കെ പ്രാപ്തനാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് അഭിലാഷ് സാർ. നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയൊക്കെ തിരിഞ്ഞു നോക്കുന്ന, വളരെ വിഷമിച്ച് നിൽക്കുന്ന കാലത്തിലാണ് ട്രെയിനർ എന്നൊരു പോസ്റ്റ് ആളുകൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പാഷനിൽ ഓൺലൈൻ ട്രെയിനിങ് കോഴ്സിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഏകദേശം 21 തുടങ്ങിയ എൻ്റെ ശ്രമമാണ്. അതിപ്പോൾ അന്ന് സാറ് പറയേണ്ടായിരുന്നു, നിങ്ങൾ 1 വർഷം കൊണ്ടൊന്നും ട്രെയിനർ ആവില്ല, നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണമെങ്കിൽ മിനിമം ഒരു 5 വർഷമെങ്കിലും എടുക്കും. ആ ഒരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ലേണിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അത് പക്ഷേ എനിക്കിപ്പോൾ ബോധ്യമായി. കാരണം കഴിഞ്ഞ എൻ്റെ ഒപ്പം പഠിച്ച ആളുകളൊക്കെ കുറേ പേരുണ്ട്. പക്ഷേ ഞങ്ങളൊരു 3-4 പേര് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ ആ സാറിൻ്റെ പ്രസൻസിൽ ഇന്നത്തെ ഒരു സെഷൻ്റെ കാര്യം സാറിന് ഗസ്റ്റായിട്ട് കിട്ടാനും നിങ്ങളൊരു 10 മിനിറ്റ് സംസാരിക്കാനും സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും കിട്ടി വളരെ സന്തോഷമുണ്ട്. അഭിലാഷ് സാറ് പാലയാണ് സ്വദേശം. 10-25 വർഷമായിട്ട് ട്രെയിനിങ് മേഖലയിലുള്ള ഒരാളാണ്, കൗൺസിലറാണ്, നല്ലൊരു കോർഡിനേറ്ററാണ്. ഒരു മകനുണ്ട്, വൈഫ് ട്രെയിനിങ്ങിൽ ഇപ്പോൾ സാറിൻ്റെ കൂടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും നേരത്തെ ടീച്ചറൊക്കെ മറ്റേ കൗൺസിലറും ടീച്ചറൊക്കെ ആയിരുന്നു, അധ്യാപികയായിരുന്നു. ഇപ്പോൾ 2 പേരും കൂടിയിട്ടാണ് സെഷൻസിലൊക്കെ പോകുന്നത്. ലൈഫ് ടെക് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൻ്റെ പേര് എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയതാണ് ലൈഫ് ടെക് സൊല്യൂഷൻസ്. ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ സമയം, നമ്മൾ ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നതും ലൈഫ് ടെക്കിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതാണ് എനിക്ക് സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാവരെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകളാണ്. പക്ഷേ ഞാൻ തുടങ്ങി വെക്കുകയാണ്. വന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഒരു വെൽക്കം പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചടങ്ങ്. അത് ഒന്ന് തുടങ്ങി വെക്കുകയാണ്. ഞാൻ അഭിലാഷ് സാറിനെ പരിചയപ്പെട്ടു. സാറാണ് ഇന്നത്തെ ഗസ്റ്റ്. അപ്പോൾ സാറിനെ നിങ്ങളെല്ലാവരും പേരിൽ നമുക്കൊരു ഹൃദയം കൊടുത്തുകൊണ്ട് സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. എല്ലാവരും ചാറ്റ് ബോക്സിൽ നിന്ന് ഒരു ഹൃദയം കൊടുത്തുകൊണ്ട് സാറിനെ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ജോയ് സാർ, നിങ്ങൾക്ക് അറിയാലോ, ഈ കഴിഞ്ഞ ഒരു 3 മാസം അടുത്ത് ഫെബ്രുവരിയിൽ നമ്മുടെ സെഷൻ തുടങ്ങി വെച്ച് സെഷൻ ഇന്നലെ അവസാനിപ്പിച്ചും ടോം സാറാണ്. ടോം സാറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ലാളിത്യത്തിൻ്റെ പര്യായം, എന്താ പറയുക, GSTയുടെ ഒക്കെ എന്താ പറയുക, നമുക്ക് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഫാക്കൽറ്റിയാണ്. അത് നമ്മുടെ ഫ്ലോറിൽ സാറിനെ പോലെ ഒരാളെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുന്ന ഞാൻ വലിയ എന്താ പറയുക, ഒരു ചെറിയൊരു നല്ല ബോണ്ടിങ് ആണ് അന്നും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാറിനോട് കടപ്പാട് പറയേണ്ടത് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ പരിചയപ്പെട്ട നാൾ മുതൽ കിട്ടിയ ആ ഒരു ബന്ധമുണ്ട്. അങ്ങനെ നമുക്ക് നല്ലൊരു ഇതിൻ്റെ ടാക്സ് കൊച്ചി എന്ന് പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെടുന്തൂണുകളിൽ ഒരാൾ സംസാറിൻ്റെ അഡ്വൈസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയുള്ളതാണ് ജോയ് സാർ. ഇവർ 2 പേരാണ് വലതും ഇടത്തും. ഞാൻ അതിൻ്റെ ഇടയിൽ ഇവർ 2 പേരും ഇടയ്ക്കുന്ന പതുക്കെ എന്താ പറയുക, ഒന്ന് ഉന്തിക്കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കും നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക,
എന്ന രീതിയിലും ഈ അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഒന്ന് ചെയ്യാൻ അറിയാലോ. നമ്മുടെ ലോഗോ തന്നെ അബ്രാസ് സാറിന്റെ ഒരു ചെറിയ അതിന്റെ ചെറിയൊരു പതിപ്പാണ് ലേൺ ടുഗദർ, ഏൺ ടുഗദർ, ഗ്രോ ടുഗദർ. കാരണം നമ്മൾ ജോലിക്കാരാണ്, അതുകൊണ്ട് ലേൺ ചെയ്യണം, ഏൺ ചെയ്യണം, അങ്ങനെ നമുക്ക് വളരാൻ പറ്റണം എന്നുള്ളതാണ്. ലൈഫ് ടെക്കിന്റെ ചെറിയ നമ്മുടെ ലോഗോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സാർ പറയും വിശദമായിട്ട്. സാർ 7ാമത്തെ ബാച്ചാണിത്. കഴിഞ്ഞ ഡിസംബർ 2021 തുടങ്ങിയ ഫസ്റ്റ് ബാച്ച് തുടങ്ങിയ 7ാമത്തെ ബാച്ചാണ്. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ എടുത്തൊരു ബാച്ചാണ് ഈ പ്രാവശ്യം. പക്ഷെ എന്താ ഗുണം വെച്ചാൽ എല്ലാവരും നല്ല ലൈവായിട്ട് നിൽക്കുകയും ഈ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രാവശ്യം ഇവർ നമ്മൾ പറഞ്ഞ മാതിരി ലേണിംഗ് പോയിന്റ്സ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും കൃത്യമായിട്ട് ഗ്രൂപ്പിൽ 10 മിനിറ്റ് 15 മിനിറ്റ് പ്രസന്റേഷൻ ഒക്കെ എടുത്തിട്ട് സർട്ടിഫിക്കറ്റിന് അർഹത നേടിയിട്ടുള്ള ആളുകളാണ് ഈ മുന്നിലിരിക്കുന്നത്. 15 പേരിൽ 4 പേർക്ക് ചില സാങ്കേതിക കാരണങ്ങൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അറ്റൻഡൻസ് ഒക്കെ കുറവാണ്. പക്ഷെ ബാക്കിയുള്ള ഈ എല്ലാവരും 11 പേരും അറ്റൻഡൻസും പ്രസന്റേഷനും ലേണിംഗ് പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മളെല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, 11 പേർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിന്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് കൊടുക്കാമല്ലോ. നമ്മൾ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഇവരൊക്കെ മുഖത്ത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട് നമുക്ക്. അതാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്നത്തെ ഒഫീഷ്യലായിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ചടങ്ങിലേക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു നമ്മുടെ ഇനോഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഭിലാഷ് സാറിനെ വിളിക്കുകയാണ്. അതിനുശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. സോ ഓവർ ടു യു സർ, അഭിലാഷ് സാർ പ്ലീസ്. റെസ്പെക്ട് GK സാർ, ഗോപാലകൃഷ്ണ സാറ്, ജോയ് സാർ, സോമൻ സാർ, ജിനു സാർ, പിന്നെ കുറച്ച് മുഖങ്ങൾ എനിക്ക് മുമ്പ് പരിചയമുള്ള 1-2 മുഖങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ആദ്യം തന്നെ ഏറ്റവും സന്തോഷമുള്ള 2 വാക്ക് പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വാക്ക് താങ്ക് യു. ഈ ഒരു ഇൻവിറ്റേഷന്, ഈ ഒരു ഇത്രയും പ്രൊഫഷണൽസ് സർട്ടിഫൈഡ് ആകുന്ന അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓൺലൈനായിട്ടൊരു കോഴ്സ് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ടാക്സ് കച്ചിക്കും ഗോപാലകൃഷ്ണ സാറിനും ആദ്യം തന്നെ നന്ദി പറയുന്നു. താങ്ക് യു. രണ്ടാമത്തെ വാക്ക് കൺഗ്രാജുലേഷൻസ് ആണ്. അത് നേതൃത്വം നൽകുന്ന GK സാറിനും അതേപോലെ തന്നെ ഇന്ന് സർട്ടിഫിക്കേഷൻ നേടുന്ന എല്ലാ പ്രൊഫഷണൽസിനും അതിനെ അവരെ പ്രാപ്തരാക്കിയ ഗുരുക്കന്മാർക്കുമാണ് ഈ കൺഗ്രാജുലേഷൻസ്. GK സാറിൻ്റെ 2ാമത്തെ ട്രെയിനിങ് മത്സരത്തിലെ സക്സസ് ആണ്. സാർ ഒരു ട്രെയിനിങ് മത്സരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുള്ളൂ. ഇതിനു മുമ്പ് ഓഫ്ലൈനായിട്ട് നടന്ന പാലക്കാട് നടന്ന പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ തന്നെ ഒരു ട്രെയിനിങ് കോമ്പറ്റീഷനിൽ 3ാം സ്ഥാനത്തെത്തി ഒരു വിജയം നേടിയ മധുരം തീരുന്നതിന് മുമ്പാണ് അടുത്ത ട്രെയിനിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ട് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. സോ കൺഗ്രാജുലേഷൻ GK സാർ. അതിൻ്റെ ഒപ്പം തന്നെ വിജയ ആശംസകളും. 12 പേരിൽ നിന്ന് വിജയത്തിലേക്കുള്ള ദൂരം 44 പേരിൽ നിന്ന് 12 പേരിലേക്കും 12 പേരിൽ നിന്ന് അടുത്ത വിജയികളിലേക്കുള്ള 5 പേരിലേക്കുള്ള ദൂരം സാറിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. കാരണം സാറിന് ട്രെയിനിങ് പാഷനാണ്, ചെയ്യുന്ന എന്തിനോടും പാഷനും ഹാർഡ് വർക്കും കാണിക്കുമ്പോൾ ആ ദൂരവും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സാറിന് ആശംസയും നേർന്നുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് സർട്ടിഫിക്കറ്റ് നേടുന്ന ഓരോരുത്തർക്കും, കാരണം കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതേപോലെ തന്നെ അവരെ പ്രാപ്തരാക്കിയ എല്ലാ ഗുരുക്കന്മാർക്കും. അപ്പം ഞാൻ സർട്ടിഫിക്കേഷന് വിളിച്ചപ്പോൾ ഞാൻ GK സാറിനോട് ചോദിച്ചു എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്തൊരു നേരമാണ്. സാർ പറഞ്ഞു ഒരു 20 മിനിറ്റ് കൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യം, ഞാൻ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ്. ആ ടോപ്പിക്കിൻ്റെ പേര് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നാണ്. ശരിക്കും നമ്മളൊക്കെ കണ്ടുമുട്ടുന്ന ആളുകൾ, നമ്മളിലൊക്കെ ഉള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഒന്ന് വളർത്തുന്ന ആളുകളുണ്ട്, തളർത്തുന്ന ആളുകളുണ്ട്. വളരുകയുമില്ല, തളരുകയുമില്ല, ഫിക്സ്ഡ് മൈൻഡ് സെറ്റായിട്ട് പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുറച്ച് നേരം നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരൊറ്റ വാക്കാണ് ഗ്രോത്ത് എന്നൊരൊറ്റ വാക്കാണ്. ഞാൻ എൻ്റെ GK സാറേ, GK സാർ ഒന്ന് കോഹോസ്റ്റ് ആക്കിയേക്കോ, പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു GK സാർ പെട്ടെന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഗ്രോത്ത് എന്ന ഒറ്റ വാക്കിനെ പറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഗ്രോത്ത് എന്ന വാക്കിൻ്റെ GK സാർ ഒന്ന് കോഹോസ്റ്റ് ആക്കാവോ? GK സാർ കേൾക്കാവോ? ഓക്കെ ഓക്കെ ഓക്കെ.
സോ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് ആ, ചെറിയൊരു ട്രെയിനിങ് സെഷൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും രണ്ട് തരം ആളുകളുണ്ട്: ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളും ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളും. നിങ്ങൾക്ക് ഒരു കൺഗ്രാജുലേഷൻ, കാരണം നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായതുകൊണ്ടാണ് ഈ ഓൺലൈൻ കോഴ്സിലേക്ക് വന്നതും ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചതും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഞാനത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതിൽ ജി എടുത്തു കഴിഞ്ഞാൽ ഗോൾ ഓറിയന്റഡ് വിത്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ശരിക്കും ഗോൾ ഓറിയന്റഡ് എന്ന് പറഞ്ഞ വാക്ക് ഒരു പക്ഷേ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചിരുന്ന കുട്ടികളോടൊക്കെ ചോദിക്കുമായിരുന്നു, പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുമായിരുന്നു, വാട്ട് ഈസ് യുവർ അംബിഷൻ, വാട്ട് ഈസ് ഗോൾ. അവർ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു: എനിക്കൊരു CA കാരനാകണം, അല്ലെങ്കിൽ ഒരു MCOM പാസ്സാകണം, അല്ലെങ്കിൽ ടീച്ചറാകണം, അല്ലെങ്കിൽ വക്കീലാകണം, അല്ലെങ്കിൽ അവർ ഗോൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന കരിയറിൽ പണ്ട് ഒരു കരിയർ സെറ്റ് ചെയ്ത് ജോലി നേടിയാൽ ഏതാണ്ട് കരിയർ ഗോൾസ് പിന്നെ വലിയ കാര്യമായിട്ടങ്ങ് ഫോക്കസ് ചെയ്യപ്പെടാറില്ലായിരുന്നു. പക്ഷെ ഇനിയുള്ള കാലം AI കാലഘട്ടത്ത് നിങ്ങൾ ഏത് കരിയറിലാണെങ്കിലും കണ്ടിന്യൂസ് ലേണിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഗോളുകൾ കണ്ടിന്യൂസ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത്, ചേഞ്ച് തുടർച്ചയാകുന്ന ഒരു കാലഘട്ടത്ത് നമ്മൾ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയും പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയും ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്: റെസ്പോൺസിബിൾ വിത്ത് റിസർച്ച് മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ഒരു പ്രത്യേകത, അത് പ്രൊഫഷണൽ ആണെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റി കാണിച്ചിരിക്കും വിത്ത് റിസർച്ച് മൈൻഡ് സെറ്റ്. നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം അറിയാം, ഇനിയുള്ള കാലം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയും റിസർച്ച് മൈൻഡ് സെറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ പുതിയ സാധ്യതകൾ വരുന്നു, പുതിയ പുതിയ ടൂളുകൾ വരുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഇവൻ അക്കൗണ്ടിങ് മേഖലയിൽ തന്നെയാണെങ്കിലും ഈ 2025 നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ല് വെച്ചിട്ടോ 2025 നിങ്ങളുടെ കയ്യിലുള്ള അറിവ് വെച്ചിട്ടോ നിങ്ങൾക്ക് 2026 പോലും, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2010 ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷം അതുകൊണ്ടൊക്കെ പോകാമായിരുന്നു. പക്ഷെ ഇനിയുള്ള കാലം 10 വർഷം പോയിട്ട് 10 മാസം പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്തത്രയും സ്പീഡിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും, ഞാൻ ആർജിച്ചിരിക്കുന്ന സ്കില്ലുകളെ കൂടെ പോളിഷ് ചെയ്യുക എന്നതും അതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് വിത്ത് റിസർച്ച് മൈൻഡ് സെറ്റ്. ഓപ്പർച്യൂണിറ്റി സീക്കർ വിത്ത് ഓപ്പൺ മൈൻഡ് സെറ്റ് മറ്റൊരു പ്രത്യേകതയാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ പ്രത്യേകതയാണ് അവരൊരു ഓപ്പർച്യൂണിറ്റി സീക്കർ ആയിരിക്കും വിത്ത് ഓപ്പൺ മൈൻഡ് സെറ്റ്. അതിനെനിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാനുള്ളതും നമ്മുടെ GK സാറിനെയാണ്. എനിക്ക് തോന്നുന്നു GK സാർ എന്നെ വിളിക്കുന്ന 2021 GK സാർ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആ ഒരു കണക്കിൻ്റെയും കാര്യങ്ങളുടെയും ലോകത്തുണ്ടായിരുന്ന GK സാറ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിലേക്ക് എൻക്വയറി ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: സാർ, ഞാൻ അക്കൗണ്ടിങ് മേഖലയിലുള്ള ആളാണ്, ഞാൻ അങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ പ്രസംഗമൊന്നും പറയുന്ന ആളൊന്നുമല്ല, എനിക്ക് ട്രെയിനറാകാൻ പറ്റുമോ? അന്ന് ഞാൻ GK സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ആരൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി സീക്കർ ആകുന്നത്, ആരൊക്കെയാണോ കരിയർ, പേഴ്സണൽ ഗ്രോത്ത്, പ്രൊഫഷണൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നത്, അവരെ സംബന്ധിച്ച് സാധ്യമാണ്. 5 വർഷം പിന്നിടുമ്പോൾ GK സാറിൻ്റെ ട്രെയിനിങ് മേഖലയിലെ വളർച്ച എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തി ഒരു 10 വർഷം കൊണ്ട് എടുക്കുന്ന ഗ്രോത്താണ് സാർ 5 വർഷം കൊണ്ട് എടുത്തത്. സാറിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്ത കഴിഞ്ഞ 17 ബാച്ചായിട്ട് ലൈഫ് ടെക്കിൻ്റെ ട്രെയിനർ ബാച്ച് ജോയിൻ ചെയ്ത GK സാറിനേക്കാൾ ഒരുപാട് യങ്ങായിട്ടുള്ള, ഒരുപാട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള, ഒരുപാട് നെറ്റ്വർക്കുള്ള, ഒരുപാട് സാധ്യതകളുള്ള പലരും GK സാർ എടുത്ത ട്രെയിനിങ്ങിൻ്റെ 10-1 ട്രെയിനിങ് എടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ അകത്ത് ഇരട്ടി രസം. GK സാറിനേക്കാൾ വളരെ യങ്ങാണ് എല്ലാം കൊണ്ടും. മറ്റ് റെസ്പോൺസിബിലിറ്റി കുറവാണ്, വിവാഹം കഴിക്കാത്തവർ പോലും ഉണ്ട്. മാത്രമല്ല അവരുടെ നെറ്റ്വർക്ക് അതേപോലെ കൂടുതലാണ്. പക്ഷെ അപ്പോഴും അവരാരും എന്താണ് പറയുന്നത്, GK സാർ എടുത്തതിൻ്റെ 10-1 ട്രെയിനിങ് എടുത്തില്ല. ഒറ്റ കാര്യമുള്ളൂ: GK സാറിന് ഒരു പുതിയ അപ്ഡേഷന് വന്നു, ട്രെയിനറാകാൻ ആഗ്രഹിച്ചു, ട്രെയിനിങ് ലോകത്തേക്ക് കാല് വെച്ചതും മാത്രമല്ല ഓപ്പർച്യൂണിറ്റി സീക്കറായിരുന്നു. എവിടെയും GK സാർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കണ്ടുമുട്ടുന്ന ഞാൻ GK സാറിൻ്റെ കൂടെ പല സെഷൻസ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ GK സാർ ഒരു ഓപ്പർച്യൂണിറ്റി തേടും, ട്രെയിനിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി. അതേപോലെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്കിൽ ആഗ്രഹിക്കുന്ന, അപ്ഡേഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തോടു കൂടി GK സാർ പറഞ്ഞൊരു കാര്യമുണ്ട്: സാറേ, SBIയുടെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിൽ നിന്ന് കോൾ വന്നു, മിക്കവാറും അത് ഫൈനലൈസ് ആകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി GK സാർ ഓടി വന്നത് മൊബൈൽ ഫോണിൽ ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമാണ്.
എനിക്ക് തോന്നുന്നത് എൻ്റെ കരിയറിൽ ട്രെയിനിങ് മേഖലയിലേക്ക് വന്നിട്ട് 15 വർഷം കഴിഞ്ഞപ്പോഴാണ് ജി കെ സാറേ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് വിത്ത് വിശാഖപട്ടണത്തു നിന്ന് ഒരു 3 ദിവസത്തെ ട്രെയിനിങ്ങിന് വിത്ത് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ഞാൻ പറഞ്ഞ പേയ്മെന്റിന് ഒരു ട്രെയിനിങ് കോൾ വന്നത്. പക്ഷെ ജി കെ സാർ അത് വെറും 5 വർഷം കൊണ്ട് സാധിച്ചു. സോ ആലോചിച്ച് നോക്കാം, ഓപ്പർച്യൂണിറ്റി സീക്കർ വിത്ത് ഓപ്പൺ മൈൻഡ് സെറ്റ്. നമ്മുടെ ചുറ്റുമുണ്ട് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കരിയറിൽ തുടരുന്നതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ചുറ്റും എത്ര മാത്രം ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പലരും ആ ഓപ്പർച്യൂണിറ്റികൾ കാണുന്നില്ല. സോ അടുത്ത ഗ്രോത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി സീക്കർ ആകുക എന്നതാണ്. സോ അടുത്ത ലെറ്ററിലേക്ക് പോയാൽ വിൻ വിൻ ആറ്റിറ്റ്യൂഡ് വിത്ത് വിന്നർ മൈൻഡ് സെറ്റ്. നിങ്ങളിവിടെ സാർ പറഞ്ഞ പോലെ 11 പേരാണ് ഈ കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 11 പേർക്ക് 2 വഴിത്താരകൾ സ്വീകരിക്കാം. വിൻ വിൻ ആറ്റിറ്റ്യൂഡ് കണക്ട് ചെയ്ത് ഞാനും ജയിക്കണം, കൂടെയുള്ളവരും ജയിക്കണം. അതല്ല ഞാൻ മാത്രം ജയിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡും വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ ഞാൻ എന്ന വ്യക്തിക്ക് പരിമിതികളുണ്ട്, ഐയും ഉണ്ട് യു ഉണ്ട് കേട്ടോ. ഐക്ക് പരിമിതികളുണ്ട്, യുവിന് പരിമിതികളുണ്ട്. പക്ഷെ ഐയും യുവും കൂടി മേർജ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മനോഹാരിതയുണ്ട്, വി എന്ന് പറയും. വിക്ക് പരിമിതികൾ കുറവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐക്ക് പരിമിതികളുണ്ട്, ഒരു വ്യക്തിക്ക് പരിമിതികളുണ്ട്, യു എന്ന കോൺസെപ്റ്റിന് പരിമിതികളുണ്ട്. പലപ്പോഴും ലോകത്ത് അത്ഭുതങ്ങൾ കാണിച്ചിരിക്കുന്നത്, ലോകത്തെ മാറ്റിയിരിക്കുന്നത് വി എന്നാണ്. നമ്മൾ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. ഇനി ഏത് മേഖലകളിലും നമുക്ക് വേണ്ടത് ടീം വർക്കാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, വിൻ വിൻ ആറ്റിറ്റ്യൂഡ്. ഇവിടെ നിങ്ങൾ 11 പേര് ഒരു സ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മാത്രം വിജയമാണ് എങ്കിൽ അതൊരു എന്താണ് പറയുന്നത്, സെൽഫിഷ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഒരുപാട് ആളുകൾ നടത്തുന്ന ഒരു സെൽഫിഷ് ആയിട്ടുള്ള യാത്രയാണ്. ഞാൻ ജയിക്കണം, എനിക്ക് നേട്ടങ്ങൾ നേടണം, എൻ്റെ സ്ഥാപനം വളരണം, ആസ് ആൻ അക്കൗണ്ടന്റ് ഓർ ആസ് എ ടാക്സ് കൺസൾട്ടന്റ് എനിക്ക് വളരണം എന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം ചെയ്തേക്കാവോ, റിയാക്ഷൻ ബോക്സിൽ നിന്നൊരു ഹൃദയം കൊടുത്തേക്കാവോ. കാരണം ഹൃദയത്തോടുള്ള വാക്കുകളും അപ്രിസിയേഷനും ചേർത്തുന്നത്തിലുമാണ് ഈ പറഞ്ഞ വിൻ വിൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു വാക്കുകൊണ്ട് നമുക്ക് വളർത്താൻ പറ്റും, ഒരു നോട്ടം കൊണ്ട് നമുക്ക് വളർത്താൻ പറ്റും, ഒരു അപ്രിസിയേഷൻ കൊണ്ട്. താങ്ക് യു സോമൻ സാറ്. സോമൻ സാറിൻ്റെ ഹൃദയങ്ങൾ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഓക്കെ, ഷാജഹാൻ സാറ് താങ്ക് യു, ജി കെ സാറ്, അതേപോലെ തന്നെ സന്ധ്യ മാം. ഓക്കെ, അപ്പം വിൻ വിൻ ആറ്റിറ്റ്യൂഡ്. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 സാധ്യതകളാണുള്ളത്. ഓക്കെ, കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫൈഡ് ആയി, ഇനി എൻ്റെ വഴി. ആ വഴിയിൽ പോകുന്ന കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൂടി ഒന്ന് പരിഗണിക്കാം നമുക്ക്. സോ അതാണ് വിൻ വിൻ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ടെക് തുടങ്ങുമ്പോൾ 2020 തുടങ്ങിയത്. അന്ന് തൊട്ട് ലൈഫ് ടെക്കിൽ കണക്ട് ചെയ്ത ഓരോരുത്തരും ഇപ്പോഴും കണക്റ്റഡ് ആട്ടോ. ഇന്നും 5 വർഷം മുമ്പ് ചെറിയൊരു ഓൺലൈൻ കോഴ്സിലേക്ക് വന്ന് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു കാര്യമായിട്ട് ലൈഫ് ടെക് മാറിയതിന് ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, വിൻ വിൻ ആറ്റിറ്റ്യൂഡായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സമ്മർ ക്യാമ്പ്, കുട്ടികൾക്കുള്ളൊരു സമ്മർ ക്യാമ്പായിരുന്നു. അപ്പം ജി കെ സാറേ, അതിൽ ഒരു കുട്ടിയും അമ്മയും കുറച്ചധികം ഫാമിലി പ്രോബ്ലം ഉണ്ട്. അപ്പം കുട്ടി അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ വിഷമിക്കണ്ട, ലൈഫ് ടെക്കിൻ്റെ കൂടെ കൂടിക്കോ, ഹാപ്പിയാകും. അപ്പം എന്നോട് അതെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്ന, സന്തോഷം നൽകുന്ന കുറേ പേരുടെ കൂട്ടായ്മയാണ്. അപ്പം ഈ വിൻ വിൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ. നമ്മുടെ മാത്രം വിജയങ്ങൾ ആഗ്രഹിച്ചാൽ പോരാ, കൂടെയുള്ളവരുടെയും കൂടി വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് മാറാം. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ടീം വർക്ക് വിത്ത് ട്രാൻസ്ഫോർമേഷൻ മൈൻഡ് സെറ്റ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ എപ്പോഴും ഒരു ടീം പ്ലെയർ ആയിരിക്കും എന്ന് മാത്രമല്ല, അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അവർ പേഴ്സണലി അവർ ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിക്കും, പ്രൊഫഷണലി അവർ ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല അവർ എന്താണ് പറയുന്നത്, സമൂഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടും ശ്രമിക്കുന്ന ആളുകളായിരിക്കും. എനിക്ക് തോന്നുന്നത് വാക്കുകൾ കൊണ്ട് നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജോലിയുടെ ഒരു പ്രത്യേകത എന്താ? ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. ഈ ടാക്സ് അടയ്ക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? ഒരു വ്യക്തി പലപ്പോഴും, ഞാനൊക്കെ ആദ്യം ചോദിച്ച ചോദ്യം ഈ ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ്. ഈ പറയുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ടാക്സ് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഒരു കോൺസെപ്റ്റ് കിട്ടിയത്, നമ്മളിപ്പോൾ അടയ്ക്കുന്ന 1 രൂപ ടാക്സ് ആണെങ്കിലും 10 രൂപ ടാക്സ് ആണെങ്കിലും അത് പോകുന്ന ഒരുപാട് പേരുടെ ഗ്രോത്തിലേക്കാണ്. ആ ടാക്സ് കൊണ്ടാണ് രാജ്യത്തെ പാലങ്ങൾ പണിയുന്നത്, ആ ടാക്സ് കൊണ്ടാണ് ഞാനിവിടെ വണ്ടി ഓടിക്കുന്ന റോഡ് പണിയുന്നത്, ആ ടാക്സ് ആണ് ഞാൻ പേ ചെയ്യുന്ന ടാക്സ് ആണ്
ഈ പറയുന്ന രാജ്യത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള മറ്റ് സഹജീവികളുടെ പുരോഗതിയും ഗ്രോത്തും എന്ന് പറയുമ്പോൾ ഈ ടാക്സ് അടയ്ക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ടാക്സ് അടയ്ക്കാൻ പറ്റണം. അപ്പം അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആട്ടോ. ഞാൻ ഈ വർഷം അടയ്ക്കുന്ന 10,000 രൂപ ടാക്സ് ആണെങ്കിൽ നിങ്ങൾ അവരോട് പറയേണ്ടത് അടുത്ത വർഷം നിങ്ങൾ ഒരു 40,000 50,000 രൂപ ടാക്സ് അടയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. 50,000 രൂപയുടെ ടാക്സ് അടയ്ക്കണമെങ്കിൽ അവർ അത്രയും ഗ്രോത്ത് ഉണ്ടാകണം. അപ്പം പലരും ഈ പറയുന്ന നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ടാക്സ് കുറച്ചടയ്ക്കാമെന്ന്. അത് ടെക്നിക്കലി നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴും ഒരു ട്രെയിനർ മത്സരത്തോടു കൂടി അവരോട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വർഷം അടച്ചതിൻ്റെ 5 ഇരട്ടി ടാക്സ് അടയ്ക്കാൻ നമുക്ക് അടുത്ത വർഷം ശ്രമിക്കാം. ആ 5 ഇരട്ടി ടാക്സ് അടയ്ക്കണമെങ്കിൽ എന്തുണ്ടാകണം ജികെ സാറേ? അത്രയും വരുമാനം കൂടണം. അത്രയും വരുമാനം കൂടുമ്പോഴാണ് അവരുടെ ടാക്സ് അത്രയും അടയ്ക്കുന്നത്. സോ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മളിലും കൂടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളിലേക്കും ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം ട്രാൻസ്ഫോർമേഷൻ മൈൻഡ് സെറ്റ് ഉണ്ടാകണം ആളുകൾക്ക്. ഞാൻ ടാക്സ് അടയ്ക്കുമ്പോൾ അത് എനിക്ക് കൂടി ടാക്സ് ഞാൻ അടയ്ക്കുമ്പോൾ അത് എൻ്റെ വരുമാനത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ കാര്യമാണ് എന്നവർക്ക് മനസ്സിലാക്കണം. ഞാൻ അവസാനത്തെ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഗ്രോത്തിൽ ഹോപ്പ് സെല്ലർ വിത്ത് ഹാപ്പി മൈൻഡ് സെറ്റ്. ഈ ആളുകൾ ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും ബിസിനസ് ചെയ്യുന്നതും ഒക്കെ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു 80 വർഷം അല്ലെങ്കിൽ 90 വർഷം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നു. ആളുകൾ ഓടുകയാണ്. അപ്പം ഈ ഓട്ടത്തിനിടയ്ക്ക് എത്ര പേര് ഹാപ്പി മൈൻഡ് സെറ്റോട് കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്? ഇനി നിങ്ങളോടാണ് ഒരു ചോദ്യം. നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ എത്ര പേര് ആ അക്കൗണ്ടിങ്ങിന്റെ ലോകത്ത്, കണക്കുകളുടെ ലോകത്ത് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്? ഈ ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ വരുന്ന ആളുകളോടും പറയണം. അവർ ഈ പറയുന്ന ബിസിനസ് നടത്തി ഓടി 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 പോകുമ്പോഴേ ചോദിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ ഹാപ്പിനെസ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്. കണ്ടുമുട്ടുന്ന ഓരോരുത്തരും ആസ് എ ടാക്സ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊഫഷൻ എന്ന നിലയിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും പ്രതീക്ഷ നൽകുന്നവരായിട്ട് മാറട്ടെ, ഹോപ്പ് സെല്ലറായിട്ട് മാറട്ടെ. ചില ആളുകളോട് ഒരു വാക്ക് മതി കേട്ടോ അവരുടെ ലൈഫ് ഹാപ്പിയാക്കാൻ. ഒരു നോട്ടം മതി കേട്ടോ, ഒരു പുഞ്ചിരി മതി കേട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ സന്ധ്യാമാമ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. ആ തലയാട്ടൽ പോലും ഇപ്പം അത് പറഞ്ഞപ്പോഴേക്കും അംബിക ടീച്ചറിൻ്റെ മുഖത്ത് വന്നൊരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരി പോലും ഒരു പ്രതീക്ഷയാണ് മറ്റുള്ള ആൾക്കാർക്ക്. ഈ പറയുന്ന എന്താണ് പറയുന്നത്, തിരക്കിട്ട് ഓടുന്ന ലോകത്ത് മതം, ജാതി, വർഗം, രാഷ്ട്രീയം, ഇത് എന്ന് പറഞ്ഞ് ഈ പറയുന്ന മൊത്തത്തിൽ സങ്കീർണമായ ഈ ലോകത്ത് ഒരു വാക്ക് കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് മറ്റൊരാൾക്ക് പ്രതീക്ഷയാകാൻ പറ്റുമെങ്കിൽ അതും ഒരു ഗ്രോത്ത് ആട്ടോ. സോ ഞാൻ ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത്. ലെറ്റ് ബി എ ഹോപ്പ് സെല്ലർ വിത്ത് ഹാപ്പി മൈൻഡ് സെറ്റ്. നമ്മളോട് സംസാരിക്കുന്ന ഒരാൾ, ഈവൻ ഓഫീസിൽ വന്ന് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു പ്രതീക്ഷ നൽകുന്ന ഹാപ്പി മൈൻഡ് സെറ്റ് ജോലി ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. ആ ഹാപ്പി മൈൻഡ് സെറ്റ് വേണമെങ്കിൽ സിമ്പിളാണ് കാര്യം, അപ്ഡേഷൻ വേണം, സ്കിൽ ഡെവലപ്മെന്റ് വേണം. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ 11 പേര് ഇപ്പോൾ പുതിയ സർട്ടിഫിക്കറ്റിലേക്ക് എത്തുന്നത്. ഹാപ്പി ആകണമെങ്കിൽ പണി അറിയണം. 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ആറ്റിറ്റ്യൂഡ്, 2 സ്കില്ല്, 3 നോളജ്. ആസ്ക് എന്ന് പറയും. ആറ്റിറ്റ്യൂഡ് വേണം, സ്കിൽ വേണം, നോളജ് വേണം. ചില ആളുകൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഞാൻ എൻ്റെ ചില കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകളെ കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, പക്ഷെ സ്കില്ലും ഇല്ല, നോളജും ഇല്ല. ചില ആൾക്കാർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നോളജും ഉണ്ട്, ആ നോളജ് അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലില്ല. ചില ആളുകൾക്ക് ആറ്റിറ്റ്യൂഡും ഉണ്ട്, സ്കില്ലും ഉണ്ട്, പക്ഷെ അവർക്ക് ബേസിക് നോളജ് ഇല്ലാതെ പോകും. അപ്പം ഇത് 3ഉം കണക്റ്റഡ് ആണ്. ബാലൻസ്ഡ് ആയിട്ട് ആറ്റിറ്റ്യൂഡും സ്കില്ലും നോളജോടും കൂടി ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തും പേഴ്സണൽ ഗ്രോത്തും കൂട്ടാം എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ: ഗ്രോത്ത്. ഗോൾ ഓറിയന്റഡ് വിത്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, റെസ്പോൺസിബിൾ വിത്ത് റിസർച്ച് മൈൻഡ് സെറ്റ്, ഓപ്പർച്യൂണിറ്റി സീക്കർ വിത്ത് ഓപ്പൺ മൈൻഡ് സെറ്റ്, win-win attitude with a winner mindset, team player with a transformation mindset, and last hope seller with a ഹാപ്പി മൈൻഡ് സെറ്റ്. ഇന്ന് ഒരു ഹാപ്പിനെസ്സിൻ്റെ ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഹാപ്പിയിൽ കൊണ്ട് നിർത്തുന്നത്. GK സാറ് ഹാപ്പിയാണ്, സോമൻ സാറും ജോയ് സാറ് ഹാപ്പിയാണ്. അതേപോലെ തന്നെ ഞാൻ ഒറ്റ കാര്യം കൂടി, ഈ റെസ്പോൺസിബിൾ വിത്ത് റിസർച്ച് മൈൻഡ് സെറ്റ് എന്നോ അല്ലെങ്കിൽ ഗോൾ ഓറിയന്റഡ് വിത്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജോയ് സാറിൻ്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. ലഹരിക്കെതിരെ ഒരു ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന ഇല്ലായിരുന്നു സാറേ?
മനുഷ്യച്ചങ്ങല ഞങ്ങൾ നടത്തി ഒരു 19 മനുഷ്യച്ചങ്ങല പേര് നേരത്തെ പങ്കെടുത്തു. ജോയിസ് ഞാൻ സാറിന്റെ അതിന്റെ ഒരു ഫോട്ടോ ചെയർമാനായിരുന്നു. ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ, ലഹരിക്കെതിരെ. ഇവിടെ ഒറ്റ കാര്യമാണ്, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, മറ്റൊരാൾക്കും കൂടി വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുന്നത്, അതൊരു ഡിഫറൻസസ് ആണ്. സോ ഒരു റെസ്പോൺസിബിൾ സോഷ്യൽ ബീങ് ആയതുകൊണ്ടാണ് സാറിന്റെ തിരക്കിനിടയ്ക്കും ആ ഒരു കാര്യത്തിലേക്ക് സോഷ്യൽ ലൈഫിൽ കണക്റ്റഡ് ആയിട്ട് സാറ് ഒരു കാര്യം ചെയ്യുന്നത്. സോ നമുക്ക് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാം, സന്തോഷത്തോടു കൂടി നമ്മുടെ പ്രൊഫഷൻ മുമ്പോട്ട് കൊണ്ടാകാം. ഒരുപാട് സന്തോഷത്തോടു കൂടി ജി കെ സാറിനോട് നന്ദി പറയുകയാണ് ഇൻവൈറ്റ് ചെയ്തതിന്, ഈ ഒരു സന്തോഷത്തിലേക്ക് ചേർത്ത് പിടിച്ചതിന്. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും സ്ക്രീനൊന്ന് ഓൺ ചെയ്തൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചേക്കാവോ? കാരണം ചിരിയാണ് ഉള്ളിലെ സന്തോഷം പുറത്തേക്ക് എത്തിക്കുന്ന ഒരു മനോഹാരിത. സ്മൈൽ റെഡ്യൂസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പീപ്പിൾ. ഞാനിവിടെ പാലായിലിരുന്ന് നിങ്ങളുമായിട്ട് സംവേദിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ചിരി കൊണ്ട്, എത്രയോ കിലോമീറ്റർ അകലങ്ങളിൽ നിന്ന്, കാതങ്ങളിൽ നിന്ന് ഒരു കൊച്ചു പുഞ്ചിരി കൊണ്ട്, സ്മൈൽ റെഡ്യൂസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പീപ്പിൾ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന മനോഹാരിതയുടെ പേരാണ് പുഞ്ചിരി. സോ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് അകലങ്ങൾ കുറയ്ക്കാം, പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് വളർത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വൺസ് അഗെയിൻ തുടങ്ങിയത് 2 വാക്ക് പറഞ്ഞിട്ടാണ്, താങ്ക് യു കൺഗ്രാജുലേഷനും. എന്ത് ചെയ്യുന്നു ആ 2 വാക്ക് പറഞ്ഞിട്ടാണ്. താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻ ഓൾ. താങ്ക് യു. താങ്ക് യു അഭിലാഷ് സാറേ. നമുക്ക് സന്തോഷം. നമുക്ക് സാറിനും കുറച്ച് തിരക്കുകളുണ്ട്, അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒന്ന് പോകാം. 1-2 പേർക്ക് കൊടുത്തിട്ട് പിന്നെ സാറിനെ നമുക്കൊന്ന് റിലീവ് ചെയ്യാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാം. പ്രീതയുണ്ട്, ജോയ് സാറുണ്ട്. സന്തോഷം. കുറച്ച് നേരമാണെങ്കിലും ഒരു 10 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മിനിറ്റ് ജിനു, 1 സെക്കൻഡ്. ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ സംസാരിച്ചത് നമ്മൾ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഗ്രോത്ത് ഇല്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ, ഇനിയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ ഇനിയും അവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വളരാൻ ശ്രമിക്കുക. സാറ് 2 കാര്യങ്ങൾ സാറിനോട് പറയാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയി. ഇതിൽ സന്ധ്യ പിന്നെ എമാം എന്ന് പറഞ്ഞ 2 പേര് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ ബാച്ചിലും 2 ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥിരം ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ 2 ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥിരം ഉണ്ടാവാറുണ്ട്. അപ്പം സന്ധ്യയും എമയും 2 പേര് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. സന്ധ്യയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറയാൻ വിട്ടുപോയതാണ്. അതൊന്ന്. 2 പിന്നീട് ആളുകളൊക്കെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, പഠിക്കുന്നവരുണ്ട്, ജോലിക്കാരാണ്. സോ സാറ് സന്ധ്യയുടെ പേര് പറഞ്ഞ കാരണം കൊണ്ട് തന്നെ സന്ധ്യയുടെ ഒരു കാര്യം എനിക്ക് പറയാതെ നിവൃത്തിയില്ല, കാരണം ഇപ്പം നമുക്ക് സൂചിപ്പിച്ചേ പറ്റൂ. ഒരു പക്ഷേ നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു ബാച്ചിൽ പറയുന്ന അസൈൻമെന്റ് പൂർണ്ണമായിട്ട് കൃത്യസമയത്ത് അത് അസൈൻമെന്റ് പൂർത്തിയാക്കിയ ഒരാളാണ് സന്ധ്യ. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയാം. ലേണിംഗ് പോയിന്റ്സ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും, അറ്റൻഡൻസിന്റെ കാര്യത്തിലാണെങ്കിലും, വീഡിയോ അറ്റൻഡൻസിന്റെ കാര്യത്തിലും, പിന്നെ എന്താ പറയുക, നമ്മുടെ MCQ ഒക്കെ ഫില്ല് ചെയ്യുന്ന കാര്യത്തിലൊക്കെ, ഇല്ലെങ്കിൽ നമ്മളെ വിളിക്കും തന്നെ. രാവിലെ സാറ് വീഡിയോ കണ്ടിട്ടില്ലോ എന്ന് വിളിക്കും. ഈ സെഷനിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആദ്യം മടി കാണിച്ച ഒരാളായിരുന്നു. സമയം ഉണ്ടാവില്ല സാറേ, മോനെ പഠിപ്പിക്കണം, അങ്ങനെ സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അഭിലാഷ് സാറിന്റെ ഒരു ശിഷ്യത്വം കിട്ടിയ കാര്യം കൊണ്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ പിന്നെ അത് ക്ലിക്കായി ജോയിൻ ചെയ്തു. സത്യത്തിൽ അതാണ് ഉണ്ടായി. അപ്പോൾ ഏറ്റവും നന്നായിട്ട്, ഞാൻ ബാക്കി ആരും മോശക്കാരെന്ന രീതിയിലല്ല, പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ എടുത്തു പറയാതെ വയ്യ. കാത്തലിക് സിറിയൻ ബാങ്കിൽ സീനിയർ ആയിട്ടൊരു ജോലി, ഹെഡ് ഓഫീസിൽ ജോലി, നല്ല വർക്ക് പ്രഷറുള്ള ഒരാളാണ്. പക്ഷെ കൃത്യമായിട്ട് സമയത്ത് വരികയും ജോയിൻ ചെയ്യുകയും വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് വരികയും അസൈൻമെന്റ് പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ആണ് സന്ധ്യ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് അഭിലാഷ് സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. സോ കൺഗ്രാജുലേഷൻ. ജിനു പ്ലീസ്, സാറെ ഒന്ന് വായിച്ചു കൊടുത്തേക്കാം സർട്ടിഫിക്കറ്റ്. Congratulations, Sandhya ma'am, for the wonderful victory. Congratulations. Thank you, sir. ജിനു ഒരു സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തോളൂ, ഒരെണ്ണം കൂടി സാറിനും കൂടെ വായിച്ചു കൊടുക്കാം. Congratulations, Soumya Joff ma'am. Congratulations. Okay.
ജിനോ താങ്ക് യു ജിനോ ഒന്ന് സർ. ക്ലോസ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ജിനോ ഒന്ന് ക്ലോസ് ചെയ്യണേ. നമ്മൾ സർട്ടിഫിക്കറ്റ് രണ്ടുപേരും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, അത് സാറൊന്ന് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാറിന് റിലീവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. സോ സന്ധ്യയുടെ ഒരു ഫീഡ്ബാക്കും കിട്ടിയിട്ട് സന്ധ്യയുടെ അതിനുശേഷം സൗമ്യയുടെ ഫീഡ്ബാക്കും കൂട്ടിയിട്ട് നമുക്ക് അടുത്ത സർട്ടിഫിക്കറ്റിലേക്ക് പോവാം, സാറിന് റിലീവ് ചെയ്തിട്ട്. സോ ഓവർ ടു സന്ധ്യ പ്ലീസ്. ഓക്കെ സാർ, താങ്ക് യു. എല്ലാ നിങ്ങളുടെ പ്രശംസയ്ക്കും നന്ദി. അതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയണു. കാരണം ഒരു ദിവസം പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നിട്ടില്ല. ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് എനിക്ക് പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും അതുപോലെ തന്നെ ലേണിംഗ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ദൈവം ഒന്നിനും എനിക്ക് തടസ്സം വരുത്തിയില്ല. അതുപോലെ തന്നെ എനിക്ക് CA സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോ മീൻസ് ആ പാസ്സായപ്പോ കിട്ടണ ഒരു സന്തോഷമുണ്ട്. അതാണ് എനിക്ക് ഇപ്പോ തോന്നുന്നത്. അത്രയും സന്തോഷമുണ്ട്. പിന്നെ GK സാറ്, അതുപോലെ തന്നെ സോമൻ സാറ്, ജോയ് സാറ്, അവരെ മറക്കാൻ പറ്റില്ല. എല്ലാവരും എന്റെ ഗുരുക്കന്മാരാണ്. അപ്പൊ നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണം. പിന്നെ ക്ലാസ്സസ് ഒക്കെ ശരിക്കും പ്രൊഫഷണൽ ആയ രീതിയിൽ ഞാൻ CA ജോയിൻ ചെയ്തപ്പോ അതേപോലെ പ്രൊഫഷണൽ ആയ രീതിയിലാണ് ക്ലാസ്സസ് ഉണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ച് ജോയ് സാറും സോമൻ സാറും ശരിക്കും എനിക്ക് അവരുടെ ശിഷ്യയാവാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹവും ഒക്കെ ഉണ്ട്. അതിന് നന്ദി. GK സാറിന്റെ പറഞ്ഞ പോലെ രണ്ടൊരു വാചകത്തിലാണ് എന്റെ ഒരു ഇത് മാറിയത്. ഞാൻ ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ GK സാറ് പറഞ്ഞു. അതാണ് എനിക്ക് എപ്പോഴും പഠിക്കാൻ ഇഷ്ടമാണ്. ഞാൻ 4-5 കോഴ്സസ് വേറെ ചെയ്യാറുണ്ട്. IIBF-ന്റെ ഒക്കെ കോഴ്സസ് ഞാൻ പറ്റുമ്പോഴൊക്കെ പഠിക്കും എന്തെങ്കിലുമൊക്കെ. അപ്പൊ GK സാറിന്റെ വാക്കിലാണ് ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതില് എനിക്ക് അറ്റൻഡ് ചെയ്യാനും അത്രയും നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. അതിൽ GK സാറിനോട് പ്രത്യേകിച്ച് നന്ദി പറയണു. പിന്നെ സോമൻ സാറ് എല്ലാവരോടും ഇവിടെ ശരിക്കും സോമൻ സാറ് ജോയ് സാറിന്റെ ഒക്കെ കാക്കൽ വീണ് ശരിക്കും ഗുരുക്കന്മാരാണല്ലോ. അതിപ്പോ ഇവിടെ പറ്റില്ല. അത് കാരണം എന്റെ ഇത് എല്ലാവരും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജോലി ചെയ്യാനും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാനും. ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ടാക്സ് കൊച്ചിക്കും എല്ലാം നേരുന്നു. എല്ലാവർക്കും നന്ദി. അഭിലാഷ് സാറിന് പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു പ്രസന്റേഷൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നതും എല്ലാവർക്കും നന്ദി. എന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. ഓക്കെ സാർ. താങ്ക് യു സന്ധ്യ. സൗമ്യ പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. ഈ സർട്ടിഫിക്കറ്റ് ഈ ഓൺലൈനിൽ കൂടെ കിട്ടിയപ്പം തന്നെ വളരെ സന്തോഷം. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാനും അതിലൂടെ പുതിയതായിട്ട് അറിവുകൾ നേടാനും സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അതിന് പ്രത്യേകമായിട്ട് ടാക്സ് കൊച്ചിയുടെ തലവനായ GK സാറിനോട് എല്ലാവിധ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം എന്നെ ഇത്രയേറെ നല്ല രീതിയിൽ പഠിപ്പിച്ച സോമൻ സാറിനും ജോയ് സാറിനും പ്രീത മാഡത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ ഒപ്പം ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസും അറിയിക്കുന്നു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ കോഴ്സ് ചെയ്യാൻ സാധിച്ചതിൽ. ഇതിലൂടെ ഇപ്പം ഞാനൊരു ടാക്സ് കൺസൾട്ടൻസി നടത്തുവാണ്. അപ്പം അതിൽ വരുന്ന വർക്കുകളെല്ലാം വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്യുവാനും ക്ലയൻസിനൊക്കെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഈ കോഴ്സിലൂടെയാണ് എനിക്ക് സാധിച്ചത്. അതിന് വളരെയേറെ നന്ദി അറിയിക്കുന്നു. അതുപോലെ അഭിലാഷ് സാറ് ഇന്ന് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വന്ന് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇതിലൊരു പ്രത്യേകത, 2-3 പേര് ഒളിഞ്ഞിരിക്കുന്ന ഇവിടെ. ഞങ്ങളൊരു 10 വർഷത്തിലധികം ഒരുമിച്ച് എൻ്റെ ഒപ്പം ഞാൻ സാറിൻ്റെ, നിങ്ങൾക്ക് പേര് കണ്ടറിയാം, ജോൺസൺ B. തോമസ്, വളരെ എൻ്റെ ഒരു മെൻറ്ററും കൂടിയാണ്. ഒരുമിച്ച് ജോലി ചെയ്തിട്ട് സാറ് GM ആയിരുന്നു, ഞാനവിടെ ഫസ്റ്റ് കൊറിയറിലെ ഫിനാൻസ് മാനേജറായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാബിൻ്റെ അപ്പുറത്ത് ഇരുന്നിരുന്നത്. എന്തുണ്ടെങ്കിലും ഏറ്റവും ആദ്യം ഒരു പക്ഷേ വിളിക്കുന്ന ഒരാൾ ജോൺസൺ സാറാണ്. ഒരു പക്ഷേ അഭിലാഷ് സാറിനൊക്കെ മുമ്പ് ജോൺസൺ സാറായിട്ട് കണക്ഷൻസ് ഉണ്ട്, കാരണം അതിന് മുമ്പ്. ഇപ്പോഴും പക്ഷേ പേഴ്സണലി ഞങ്ങൾ എപ്പോഴും വിളിച്ച് എല്ലാ ദിവസത്തെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മെൻറ്ററാണ് ജോൺസൺ സാർ. സാറ് വരുമായിരിക്കും, സാറെ നമുക്ക് വിളിക്കാം. സാറ് ഇവിടെ ഉണ്ട്, പ്രീതയുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് ഞാൻ അവരെ കണ്ടു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, കാരണം അവർ രണ്ടുപേരും എക്സ്ട്രാ ഇവിടെ ഉണ്ട്. സോ അവരെയും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു അഭിലാഷ് സാറ് തിരക്കുണ്ടെങ്കിൽ സാറ് ലീവ് കൊണ്ട് കുഴപ്പമില്ല. വളരെ സന്തോഷം സാറേ, കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ ഒന്നറിയിക്കോട്ടെ സാറേ, ഞാൻ അപ്പുറം കരിയറിൽ ഒന്ന് കയറണം. മനസ്സിലായി. ഓക്കെ, സാറിനെ നമ്മളൊന്ന്, നിങ്ങളെല്ലാവരും ഹൃദയം കൊടുത്തുകൊണ്ട് സാറിനെ നമുക്കൊന്ന് ലീവ് ചെയ്യാം എല്ലാവരും. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു ഓൾ.
താങ്ക് യു. നമുക്ക് തുടങ്ങാം. ജിനു, അടുത്ത ഒരു 2 സർട്ടിഫിക്കറ്റ് കൊടുത്തോളൂ. ആരുടെ പേരിലാണ് നിങ്ങൾക്ക്? അത് നമ്മുടെ ജോയ് സാറാണ്. ജോയ് സാറെ പ്ലീസ്. ബിജു സാറ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ബിജു സാറ് ഇല്ല, ബിജു സാറ് വന്നിട്ടില്ല. ജിനു മാറ്റിക്കോളൂ. മാറ്റി വയ്ക്കാം. ശ്രീവിദ്യ ആർ, കൺഗ്രാചുലേഷൻസ് ശ്രീവിദ്യ. എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു ടാക്സ് പ്രാക്ടീഷണർ ആയി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരെണ്ണം കൂടി, ഒരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോളൂ സാർ എന്തായാലും. ശാലിനി CA, കൺഗ്രാചുലേഷൻസ് ശാലിനി. നല്ലൊരു പ്രാക്ടീഷണറായിട്ട് വരട്ടെ. നന്നായിട്ട് തന്നെ അപ്ഡേഷൻ നടക്കുക. കാര്യങ്ങളൊക്കെ നല്ല വരട്ടെ. കൺഗ്രാചുലേഷൻസ് സാറേ. ഇതിന്റെ ഭാഗമായിട്ട് എന്തായാലും സാറിന്റെ ഒരു 2 വാക്കും കൂടി. സാറും നമ്മളെ വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് ശരിക്കും പറഞ്ഞാല്. സോ സാർ പ്ലീസ്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ അപ്ഡേഷൻ, അതിനെപ്പറ്റി പറയുമ്പോൾ ഈ ആൽഫ്രഡ് ടോഫ്ലറുടെ ഫ്യൂച്ചർ ഷോക്ക് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നത് നമ്മളൊക്കെ ഫ്യൂച്ചറിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കും. ഫ്യൂച്ചർ, നമ്മുടെ മനസ്സിലൊരു ഫ്യൂച്ചർ ഉണ്ട്. പക്ഷേ ഫ്യൂച്ചർ വിൽ അപ്രോച്ചസ് ബിഫോർ വി എക്സ്പെക്ട്. നമുക്കിപ്പോൾ AI വന്നപ്പോൾ മനസ്സിലായില്ലേ, നമ്മളൊരു 500 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫിക്ഷൻ പോലെ നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ, റോബോട്ട്സ്, AI റോബോട്ട്സ് ഒക്കെ. പക്ഷെ ഇപ്പൊ അത് റിയാലിറ്റിയിലേക്ക് വരികയാണ്. നമ്മുടെ കൺമുമ്പിൽ ആ സാധനം വരികയാണ്. അപ്പൊ ഇത്തരം അപ്ഡേഷൻസ് നമുക്ക് എപ്പോഴും വേണ്ടി വരും. അതിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് വാസ് റെലവൻറ്റ് യെസ്റ്റർഡേ ഈസ് നോട്ട് റെലവൻറ്റ് ടുഡേ, ആൻഡ് വാട്ട് ഈസ് റെലവൻറ്റ് ടുഡേ വിൽ നോട്ട് ബി റെലവൻറ്റ് ടുമോറോ. അപ്പൊ അപ്ഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നിമിഷം, ഇന്ന് ഒരു നിമിഷത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത നിമിഷം അത് മാറി വരാം. ആ കോൺസെപ്റ്റ് മാറാം, അതിൻ്റെ സ്ട്രക്ചർ മാറാം, പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കാം. അപ്പം നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ അറിവാണ് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഡൽഹിയിൽ 2 കൊല്ലം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ആ സെക്രട്ടേറിയറ്റിൽ ഞാൻ പോയിരുന്ന സൗത്ത് ബ്ലോക്കിലാണ്, ഫോറിൻ സർവീസിലായിരുന്നു. അവിടെ നിന്ന് നോർത്ത് ബ്ലോക്കിന്റെ ബിൽഡിങ്ങിൽ ഒരു വലിയൊരു കൊട്ടേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ചാൾസ് കോൾബേ കോൾട്ടൺ എന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെയാണ് അത്. ലിബർട്ടി ഡസ് നോട്ട് ഡിസെൻഡ് ടു എ പീപ്പിൾ ഷുഡ് റേസ് ദംസെൽസ് ടു ലിബർട്ടി, ആൻഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ദാറ്റ് ഹാസ് ടു ബി അറ്റൈൻഡ് ബിഫോർ ഇറ്റ് ഈസ് എൻജോയ്ഡ്. സ്വാതന്ത്ര്യം ഒരു ജനതയിലേക്ക് ഇറങ്ങി വരില്ല. ഒരു ജനത സ്വാതന്ത്ര്യത്തിലേക്ക് നടന്ന് കയറണം. അപ്പോൾ ആ ഒരു കയറ്റുണ്ട്. മാത്രമല്ല, അത് നമുക്ക് ആദ്യം ആർജിച്ചെടുക്കണം. അത് എൻജോയ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആർജിച്ചെടുക്കണം. നമുക്കാരും നമ്മുടെ ഒരു കാര്യമോ അവകാശമോ അറിവോ ഒന്നും ഒരു ഗിഫ്റ്റ് ബോക്സിലാക്കിയിട്ട് നമ്മുടെ പൂമുഖത്ത് കൊണ്ട് വെച്ച് തരും എന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, നന്നായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഈ തോമസ് മൂറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന തോമസ് മൂർ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് റിഫോർമേഷൻ. അതിന്റെ സമയത്ത് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഉത്തോപ്യ. എല്ലാ സൗകര്യങ്ങളുമുള്ള ഏറ്റവും ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഉത്തോപ്യ. ആ ഉത്തോപ്യ എന്ന് പറഞ്ഞ രാജ്യം ഇല്ല കേട്ടോ, അത് സങ്കല്പത്തിലെ രാഷ്ട്രമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ഉത്തോപ്യ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ഓസ്കാർ വൈൽഡ് പറഞ്ഞിരിക്കുന്നത്, എ മാപ്പ് ഇൻ വിച്ച് ദേഴ്സ് നോ ഉത്തോപ്യ ഈസ് നോട്ട് ഈവൻ വർത്ത് ഗ്ലാൻസിങ് അറ്റ്. മനസ്സിൽ ഒരു ഉത്തോപ്യ ഇല്ലാത്ത ഒരു മാപ്പ് നമ്മളൊരു ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അതിന് യോഗ്യതയില്ല എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ഉത്തോപ്യ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓൾഡസ് ഹക്സ്ലിയുടെ ഒരു പുസ്തകമാണ് ഡിസ്റ്റോപ്പിയ. ഇത് നേരെ വിപരീതമാണ്. എല്ലാ പ്രശ്നങ്ങളുമുള്ള രാജ്യം. ഇതൊക്കെ നമ്മുടെ ഈ 2 രാജ്യങ്ങളും മാപ്പിലില്ല. അങ്ങനെ ഒരു രാജ്യം റിയാലിറ്റിയിലില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ 2ഉം ഉണ്ട്. എല്ലാം മോശമാണെന്ന് വിചാരിക്കുന്നതും എല്ലാം നല്ലതാണെന്ന് വിചാരിക്കുന്നതും. അപ്പൊ നമ്മുടെ മനസ്സിലെ ഉത്തോപ്പികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ഡിസ്റ്റോപ്പികളെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഓപ്പർച്യൂണിറ്റി സീക്കർ വിത്ത് ഓപ്പൺ മൈൻഡ്. ഈ ഹെൻറി ഫോർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, ഫോർഡ് വണ്ടികളുടെയൊക്കെ. അദ്ദേഹം ഒരിക്കൽ യുവാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളുടെ തലയ്ക്ക് മീതക്കൂടെ പോകും, അപ്പോൾ അത് ചാടി പിടിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ തലയ്ക്ക് മീതെ പോകുന്നത് എന്ന് പറയാൻ പറ്റുമോ, പ്രവചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുക്കുക? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് തലയ്ക്ക് മീതെ പോകുന്നതെന്ന് എനിക്കറിയില്ല, ഒരു അവസരം എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല, പക്ഷെ എപ്പോഴെങ്കിലും അത് പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ എപ്പോഴും ചാടുക എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കണം. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ തലയ്ക്ക് മീതെ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല, പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി പോകും. അതിനു വേണ്ടി നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കും. അലർട്ട് മൈൻഡ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അലർട്ടായിട്ടുള്ള ആളുകൾക്ക്, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, അവർക്ക് വിജയം കൈവരിക്കാനും കഴിയും. ഈ നമ്മളെപ്പോഴും കമ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയും. വി ഹാവ് ടു കമ്പീറ്റ് വിത്ത്, അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഒരാൾ പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇഫ് യു കമ്പീറ്റ് വിത്ത് അതേഴ്സ് യു ബിക്കം ബിറ്റർ, ബട്ട് ഇഫ് യു കമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് യു ബിക്കം ബെറ്റർ. അതായത് നിങ്ങൾ കമ്പീറ്റ് ചെയ്യേണ്ടത് വേറൊരാളുമായിട്ടല്ല. യു ഹാവ് ടു കമ്പീറ്റ് വിത്ത് വാട്ട് യു വേർ യെസ്റ്റർഡേ ആൻഡ് വാട്ട് യു ഹാവ് ടു ബി ടുഡേ. ആ ഒരു കോമ്പറ്റീഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇന്നലെ എന്തായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തനാകാൻ വേണ്ടി ഞാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം, എത്രമാത്രം അലർട്ടായിരിക്കണം, അത് നമ്മളോട് തന്നെയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വി വിൽ ബിക്കം ബെറ്റർ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഈ പ്രവർത്തനം. അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് ആയിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ പ്രൊഫഷൻ. വി ഹാവ് ടു മേക്ക് യുവർ പ്രൊഫഷൻ എ പാഷൻ, or the vice versa. Make your passion your profession. Thank you. ജോയ് സാർ, അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയ രണ്ടുപേരുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഓവർ ടു ആരാ ആദ്യം സംസാരിക്കണേ? വിദ്യ, വീഡിയോ വരണ്ട, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഗുഡ് ഈവനിങ് എവരിവൺ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടാനായതിൽ. അതിനുവേണ്ടി എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന GK സാറിനും ബാക്കി എല്ലാ സാറുമാർക്കും പ്രീത മാമിനും എൻ്റെ ഫ്രണ്ട്സിനും വളരെ നന്ദി, സന്തോഷം. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഞാൻ വിചാരിച്ചതല്ല എന്നെ കൊണ്ട് പറ്റുന്നത്, പക്ഷെ സാറിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോയിൽ വരണ്ടെന്നായാലും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അസൈൻമെന്റ്സ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴായാലും സാറിനതും എന്നെ മനസ്സിലാക്കി എന്നെ കൂടെ നിർത്തി എനിക്കിത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനൊരു അവസരം ഒരുക്കി തന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് ഇത് കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ ഇതുകൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും ആഗ്രഹിക്കുന്നു. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, ബിജു സാർ കൂടാതെ ആരായിരുന്നു? ഞാനായിരുന്നു സർ. പറയൂ. വീഡിയോ വരാൻ പറ്റുമ്പോൾ വരൂ, അല്ലെങ്കിൽ സംസാരിക്കും, കുഴപ്പമില്ല. മ്യൂട്ടാണേ. സോറി സാർ, ഒരു കോള് വന്നതുകൊണ്ട് ഞാനത് ഡിസ്കണക്ട് ചെയ്യാൻ പോയതുകൊണ്ടാണ്. കുഴപ്പമില്ല, സംസാരിച്ചോളൂ. താങ്ക് യു വെരി മച്ച് സർ. എനിക്ക് ഈ ക്ലാസ് ഒരു സ്പെഷ്യൽ ഫീൽ ആണ് തന്നത്. എസ്പെഷ്യലി GK സാറിനോട് നമുക്കൊരു ടീച്ചർ മാത്രമല്ല സാറിനോടൊരു വളരെ ഒരു എന്താണ് നമുക്ക് തോന്നിയത്. അതുകൂടാതെ എല്ലാ സാറന്മാരും അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഞാൻ കുറച്ച് ഉഴപ്പൊക്കെ കാണിച്ചു, അതെന്റെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടായിരുന്നു, സോറി. എല്ലാ സാറന്മാരോടും താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും താങ്ക് യു. ഓക്കെ. ജിനു, നമുക്ക് ബാക്കിയുള്ളവരെ കൊടുക്കാം. സംസാരെ ഒന്ന് വായിച്ചേക്കൂ സാറേ. ഓക്കെ. അപ്പോൾ സുനിൽ നായർ, കൺഗ്രാജുലേഷൻ സുനിൽ ജി.
ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അടുത്തതും കൂടെ. അടുത്ത് ജോഷ് ജോൺസൺ. കൺഗ്രാറ്റുലേഷൻസ് ജോഷ് ഈസ് മൈ ഫേവറേറ്റ് ഫ്രണ്ട്, യങ് ബ്രദറാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജോഷ് ഒന്ന് തോന്നുന്നു അല്ലേ? ജോഷ് ഓൺ ദി വേ ആയിരുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് സംസാരം കൂടി സംസാരിക്കാം. പറഞ്ഞോളൂ പെട്ടെന്ന്. സുനിൽ പ്ലീസ്. സർ, താങ്ക് യു വെരി മച്ച്. ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ GK സാറിന്റെ അത്രമാത്രം സപ്പോർട്ടും ഒരു കാരണം മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആയത്. ഇതിന്റെ എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും സോമൻ സാറിന്റെ ഒക്കെ ഒരു മാറ്റർ പറയാന്ന് പറഞ്ഞാൽ അത്ര ഡീപ്പായിട്ട്, പിന്നെ ഒരു നെക്സ്റ്റ് അതിനൊരു സംശയം ഉണ്ടാവില്ല, അത്ര ക്ലിയർ ആക്കിയിട്ടാണ് അവര് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അത് കാരണം മാത്രമാണ് ജോയ് സാറും പ്രീത മാഡം എല്ലാവരുടെയും സഹകരണം കൊണ്ട്. താങ്ക് യു. ജോഷ്. ഓക്കെ, താങ്ക് യു. ജോഷ് സംസാരിക്കാൻ പറ്റുമോ? ജോഷ് ഇല്ലേ? ജോഷ് വന്നിട്ട് പോയെന്ന്. ഓക്കെ, അപ്പോ സംസാരം പ്ലീസ്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയത് വളരെ ഒരു കോംപ്ലക്സ് സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പല പല മാനസിക പിരിമുറുക്കങ്ങളോടുകൂടി തന്നെയാണ് ഇതിനെ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുള്ള ഒരു വ്യാധിയോടുകൂടി തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അന്നും നമുക്ക് ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഈ കോഴ്സ് തീരുന്ന സമയമാകുമ്പോഴത്തേക്കും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലിരുന്ന് നിങ്ങളോട് സംവദിച്ച ഞങ്ങളുടെ ഫാക്കൽറ്റീസ് പേരുള്ള ഞങ്ങളൊക്കെ തന്നെയാണ്. അതിൽ സന്തോഷം അറിയിക്കേണ്ടത് നിങ്ങളോട്. കാരണം ഇതൊരു യാത്രയിൽ, ഈ തുടങ്ങിയ യാത്രയിൽ അങ്ങ് എൻഡ് ടു എൻഡ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ഇരിക്കുന്ന ആൾക്കാർ, നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷയില്ലാത്ത ആൾക്കാരെയാണ് ഇനി നമ്മളുടെ ബാക്കിയുള്ള ജീവിതത്തിലേക്ക് ഒരിക്കലും മറക്കാതെ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കണക്ഷൻ പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടത് എന്താണോ അത് അവരിൽ നിന്ന് നമുക്ക് കിട്ടും. അവർ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ അവർക്കോ അവർ നമ്മൾക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, നമുക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അങ്ങനത്തെ കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. വന്ന് എന്താണ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും, നമ്മളത് പറഞ്ഞു കൊടുക്കും, അതിൽ നിന്ന് സന്തോഷം മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഇരുന്ന് കണ്ടു, ഇനി ഭാവിയിലാണെങ്കിലും നമ്മൾ വഴിക്ക് വെച്ചാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് സംസാരിക്കാനൊരു ഇടവരുകയോ ചെയ്യുമ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നുന്ന ഒരു കണക്ഷനാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. ഒരാളെ കൂടി നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് അതും ഡിപ്രീസിയേഷൻ ഇല്ലാത്ത ഒരു അസറ്റാക്കി മാറ്റുക ചെയ്തിരിക്കുന്നത്. എല്ലാ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റത്തിനും പലപ്പോഴും ഡിപ്രീസിയേഷൻ ഉള്ള ഐറ്റം ഉണ്ട്, ഡിപ്രീസിയേഷൻ ഇല്ലാത്ത വളരെ ചുരുക്കം ചില ഐറ്റംസ് ഉണ്ട്. ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ വരില്ല, അത് അപ്രീസിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു അസറ്റുകളാണ് നിങ്ങളുടെ ഓരോരുത്തരും ഉള്ളത് എൻ്റെ ജീവിതത്തിന്. ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്കിതൊരു മ്യൂച്വൽ ലേണിംഗ് എക്സസൈസ് ആയിരുന്നു. വാസ്തവത്തിൽ മ്യൂച്വൽ ലേണിംഗ് എക്സസൈസ് ഞാൻ പറയാൻ കാര്യം, ഒരിക്കലും ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് തന്നെത്താൻ പഠിച്ചു കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ അതിനെപ്പറ്റി നമ്മൾ നോക്കാതെ ഇരിക്കുകയോ അപ്ഡേഷൻസ് ആ പർട്ടിക്കുലർ ഫീൽഡ്, ഞങ്ങൾക്ക് ഓരോ സ്റ്റേജ് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും പ്രാക്ടിക്കലി വേണ്ടി വരാത്ത ചില വിഷയങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തിൽ. അപ്പോൾ ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്തും അത് നമ്മൾ ഒന്നുകൂടെ പഠിച്ചതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ആ കണ്ടിന്യൂസ് അപ്ഡേഷൻ ഒരു വഴി ഒരുക്കി തന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതിന് നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മ്യൂച്വൽ ലേണിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു. ഏത് കുട്ടിയുടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഏത് കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലും പഠിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നമുക്ക് നന്ദി, അവരുടെ കൃതജ്ഞത ഉണ്ടായിരിക്കണം. നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളെക്കാരും താഴ്ന്ന ആൾക്കാരാണ്, പ്രായം കൊണ്ട് ചെറുതാണ്, അവരിൽ നിന്ന് പഠിക്കാനില്ലെന്ന് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാക്കൽറ്റി എല്ലാം നിലയ്ക്കുന്നു, അതുപോലെ തന്നെ ഒരു പാർട്ടിസിപ്പൻ്റ് എന്നുള്ള നിലയ്ക്കും ഈ കോഴ്സിൽ ഒരു പാർട്ടിസിപ്പൻ്റ് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പുറത്തിപ്പുറത്തിട്ട് നമ്മൾ ചേരുന്നത് അത് തീർച്ചയായിട്ടും അർത്ഥവത്തായ ഒരു ബന്ധം തന്നെയായിരുന്നു.
പിന്നെ GSTയുടെ ഒരു പ്രത്യേകത തുടങ്ങിയപ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കോംപ്ലക്സ് ആയിട്ട് ഒരു ലോ ഇതിനെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ പ്രൊഫഷനിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, നമുക്കിത് കഴിയുമ്പോൾ ആരും അന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ ചോദിച്ചു എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് GST പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അഡ്വക്കേറ്റ് ആയിരുന്നു അല്ലേ, നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ കൂടെ, അതായത് എൻ്റെ പ്രൊഫഷണലിൻ്റെ കൂടെ തന്നെ ഒരു GST പ്രാക്ടീസ് കൂടെ ചെയ്യാൻ പറ്റുമോ? അപ്പം ഇന്ന് ഒരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് ലെവൽ എന്തായാലും ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മുഴുവൻ പഠിച്ചു എന്നല്ല ഇതിനകത്ത് പറയുന്നത്, ഇത് പഠിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് പ്രാവർത്തികമാക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെന്താ വേണ്ടത്? ആ കണ്ടിന്യൂസ് ലേണിങ്ങിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഇപ്പം എല്ലാ പ്രീവിയസ് എൻ്റെ മുന്നേ സംസാരിച്ചിരുന്ന എല്ലാവരും, അഭിലാഷ് സാറും ജോയ് സാറിനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ നമുക്ക് എന്താ പറയുന്നത്, ആ സമയത്തിന്റെ കുറവ് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര സമയം കേട്ടിരുന്നാലും അത് എപ്പോഴും നമ്മൾ ഉത്തേജനം തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംസാരിച്ച ഒരു കാര്യം തന്നെയാണ് കണ്ടിന്യൂസ് അപ്ഡേഷൻ എന്നുള്ള കാര്യം. ഒരു കാരണവശാലും അതിന് യാതൊരുവിധ മുടക്കവും വരുത്തരുത്, അതിനൊരു അർത്ഥം കുറച്ച് കാണരുത്. കണ്ടിന്യൂസ് അപ്ഡേഷൻ തന്നെയാണ്. എത്ര നമ്മൾ പഠിച്ചു വെച്ചിരുന്നാലും ശരി, ഒരു അതിൻ്റെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു അവസരം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ആ അപ്ഡേഷൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയേണ്ടത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോടൊന്ന് ഈ കോഴ്സിനെ പറ്റി പറയാനുള്ളത്. പക്ഷേ ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന, അതാണല്ലോ നമുക്ക് ആദ്യം പറയേണ്ടത്. ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഇങ്ങനെയൊരു അവസരമുണ്ട്, ഇത്രയും നല്ല മനുഷ്യരെ അല്ലെങ്കിൽ ഇത്രയും നല്ല സുഹൃത്തുക്കളെ, ഇത്ര നല്ല ബന്ധം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കി തന്ന GK സാറിനും ടാക്സ് കൊച്ചിക്കും. ടാക്സ് കൊച്ചി എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, GK സാർ തന്നെയാണ്. അപ്പോൾ GK സാറിന് പ്രത്യേകം നന്ദി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓരോരുത്തരെയും ഞാൻ പറഞ്ഞില്ല, ബാലൻസ് ഷീറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തരുന്ന GK സാറിന് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ ഈ അവസരത്തിൽ. പിന്നെ ഇതിൻ്റെ ആ ഒരു അവസാനമായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ സമ്പത്തിൻ്റെ തുടക്കമാണ്. അതുപോലെ തന്നെ നമ്മളുടെ അറിവിൻ്റെ തുടക്കമാണ്. നമ്മുടെ മാഹാത്മ്യം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ലേണിംഗ്. അപ്പോൾ നമ്മളുടെ അറിവുള്ളവരെ, അല്ലെങ്കിൽ അവർ ഏത് കാര്യത്തിലാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും ശരി, ആ ഫീൽഡിൽ അവർ അറിവുള്ളവരാണെങ്കിൽ നമുക്ക് അവരോടുള്ള റെസ്പെക്റ്റ് കൂടുകയാണ്. അതായത് അവരുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്, അവരുടെ ഗ്രേറ്റ്നെസ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇത് എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ വാല്യൂ കൂട്ടാനും അറിവ് കൂട്ടാനും അതുവഴി നമുക്ക് നമ്മുടെ സമ്പത്തിനെ തന്നെ കൂട്ടാനും, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഉദ്ദേശിക്കുന്ന പണപരമായ സമ്പത്ത് അങ്ങനെ മാത്രമല്ല, നമ്മുടെ അറിവിലുള്ള സമ്പത്ത് തന്നെ നമുക്ക് വലുത് തന്നെയാണ്. അപ്പോൾ അത് കൂട്ടാനുള്ള ഒരു അവസരം ഉണ്ടായി വരട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും മുന്നോട്ടുള്ള യാത്രയിൽ GK സാർ പറയുന്ന പോലെ തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാവും. നമുക്ക് എത്രമാത്രം നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെയ്തിരിക്കും. ചിലപ്പോൾ ഒരു കോളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല, എന്തായാലും തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ചിരിക്കും. അതിന് യാതൊരു മടിയും വിചാരിക്കരുത്. ഈ കോഴ്സ്, ഈ പറയുന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളിൽ, ഇനി പഠിച്ച കാര്യങ്ങളിലല്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള എനിക്ക് അതിനുള്ള എക്സ്പെർട്ടൈസ് ഒന്നും ഇല്ല. അപ്പം അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയ് സാറിനോട് ചോദിക്കാം. അഭിലാഷ് സാറിനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചില അവസരത്തിലൊക്കെ ഗോപാലകൃഷ്ണൻ സാർ വഴി നമുക്ക് ബന്ധപ്പെടാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അവർ തന്നോളും. GST സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ടാക്സേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രൊഫഷനിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ, ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരി, ഒരു സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവർക്കും നന്മ നടന്നിട്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാറേ. ജോഷ് വന്നിട്ട് ജോഷേ. യെസ് ജോഷ്. ഇടയ്ക്ക് ജോഷിന് നെറ്റ് ഞാനൊരു കട്ടായി സർട്ടിഫിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു. തന്നിട്ടുണ്ട് കേട്ടോ. സംസാരിക്കാൻ പറ്റുമോ? സാർ പുറത്തൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ ഇവിടെ വണ്ടി ഇപ്പൊ നിർത്തിയിട്ടിരിക്കുകയാണ്, അതാണ് ആ ഇച്ചിരി ഡിസ്റ്റർബൻസ്. ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. ജോഷ് പറഞ്ഞോളൂ. ഞാൻ ജോഷിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സ്വീകരിച്ചാലും. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. ഇനി ജോഷി 2 വാക്ക് പറയണമെന്നാണ് GK സാർ പറയുന്നത്. സാർ ഒറ്റ നിമിഷം. ആ ശരി. ഹായ് സാർ. ഓക്കെ, താങ്ക് യു. ആദ്യം ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ അവസരം വളരെ വലുതാണ്. അതായത് ഇത്രയും നല്ലൊരു ടീച്ചർമാരുടെ, ഐ മീൻ ജോയ് സാറ്, സോമൻ സാറ്, അതുപോലെ പ്രിയ മാഡം, GK സാറ്, എല്ലാവരുടെയും ശിക്ഷണത്തില്
ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ലഭിച്ചത് വളരെ ഒരു വലിയൊരു അവസരമാണ്, ഒരു ഭാഗ്യം തന്നെയാണ്. ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയത് തന്നെ ഒരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഇന്ന് നമ്മൾ കേട്ട അഭിലാഷ് സാറിന്റെ ആ ഒരു മോട്ടിവേഷൻ, മോട്ടിവേഷനുകളും നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരെയും കൂടെ ഗ്രോത്തിലേക്ക് നയിക്കുന്ന പോലെ നമ്മളും നമ്മളുടെ പ്രവർത്തികളും അങ്ങനെ ആകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്ക് യു ഒരുപാട്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ജോഷെ. പ്രീത, താങ്ക് യു. പ്രീത ഉണ്ടല്ലോ അവിടെ അല്ലേ? ഹലോ പ്രീത ഉണ്ടോ അവിടെ? സർ കേൾക്കണ്ടോ? ഓക്കെ. അപ്പൊ അടുത്ത സർട്ടിഫിക്കറ്റ് കൊടുത്തോളൂ അല്ലേ? ഓക്കെ ജിനു പ്ലീസ്. ലതാത്തി സർ എടുക്കാണ്. അല്ല, വായിച്ചോളാൻ പറയാതെ. ലതാത്തി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. ഗീത ദത്ത്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ജിനു പ്ലീസ് ക്ലോസ് ചെയ്തോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലത പ്ലീസ്, എന്നിട്ട് പ്രീതയിലേക്ക് വരാം. വളരെയധികം സന്തോഷമുണ്ട് സർ. ഞാൻ എൻ്റെ ഈ ഇത്ര ഏജിൽ എനിക്കൊരു ക്ലാസ് നല്ല പാനലുള്ള ജഡ്ജസ്, നല്ല ടീച്ചേഴ്സിൻ്റെ ഒപ്പം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. GK സാറ്, സോമൻ സാറ്, ജോയ് സാറ്, പ്രീത മാം, ഇവരുടെയൊക്കെ ക്ലാസ് കേട്ട് നല്ല മോട്ടിവേഷൻ ആയിരുന്നു. എനിക്ക് പഠിക്കണം എന്ന് നല്ലൊരു ഇത് കിട്ടി. എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഓക്കെ താങ്ക് യു ലത. താങ്ക് യു. ഓക്കെ ഗീത പ്ലീസ്. മ്യൂട്ടാണ്. മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് ടെൻഷനിലാണ്, ഫോണും പോയി ആകെ പ്രശ്നത്തില്. ഓക്കെ പ്ലീസ്. എനിക്ക് 2 ദിവസം വളരെ ടെൻഷനിലായിരുന്നു. എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എന്റെ ഫോൺ പോയിട്ട് ഒരു ഐസ്ക്രീംകാരൻ വന്ന് എടുത്തു. ഞങ്ങൾ പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ചെയ്തെങ്കിലും പോലീസ് കണ്ടെടുത്തില്ല. പിന്നെ നമ്മുടെ നാട്ടുകാർ അവനെ പിടിച്ചു വെച്ച് ഫോൺ എടുത്തു, ഫോൺ വാങ്ങിച്ചു. ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് എൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയി. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതല്ലേ, അവിടെ കൊണ്ട് ചെന്ന് റിസീവ് ചെയ്യണം. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഓടി ആ ഫോൺ അവിടെ നിന്ന് വാങ്ങിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ബ്ലോക്ക് ചെയ്തു എൻ്റെ 2 സിമ്മും. എനിക്ക് ഒരു രക്ഷയില്ല ആരും. ഭാഗ്യത്തിന് ഞാൻ കഴിഞ്ഞ ആഴ്ച GST ചെയ്യാനായിട്ട് എൻ്റെ ലാപ്പിൽ വാട്സപ്പ് ചെയ്തു. വാട്സപ്പ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഭാഗ്യത്തിന് കുറച്ച് പേരെ എനിക്ക് വിളിക്കാൻ പറ്റി. ഒരു വാട്സപ്പിൽ ഉള്ള നമ്പറൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ എൻ്റെ അത്യാവശ്യമായ റിലേറ്റീവ്സിനെ, ഹസ്ബൻഡിനെ വിളിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയാനായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ഞാൻ ചെന്നു അവിടെ കംപ്ലൈന്റ് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഇന്ന് ഇത് ലോക്ക് അഴിക്കാം, പക്ഷെ ഇത് എപ്പോൾ അത് ശരിയാവുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 2 ദിവസം പിടിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉടനെ പോയി എൻ്റെ ഇന്നലെ ജോയിൻ ചെയ്ത ഫോണാണെങ്കിൽ പഴയൊരു ഫോൺ, അതിനകത്ത് ക്യാം ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അത് ഡിസ്പ്ലേ പോയി കിടക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് പോയി ഫോൺ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് 8 മണിക്ക് വന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ചാർജർ എടുത്തില്ല. ആക്ച്വലി ചാർജർ ഇപ്പൊ തീരാറായി, 28 ഇതേ കാണിക്കുന്നുള്ളൂ. ഇപ്പം പുതിയ ഫോൺ ഇപ്പൊ വന്ന് പെട്ടെന്ന് തന്നെ സൂം ഡൗൺലോഡ് ചെയ്ത് എല്ലാം ശരിയാക്കി വന്ന് എടുത്ത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ആക്ച്വലി ഇതിപ്പോ 28% ഉള്ളത്, എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. ഭയങ്കര ഒരു ഭാഗ്യമായി ഇപ്പൊ ഇത്രയെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഞാൻ വിചാരിച്ചില്ല എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ. ഒരാഴ്ചയായിട്ട് ഞാൻ കിടന്ന് ഭയങ്കര ടെൻഷനില്ല. ഈ ടെൻഷനിൽ മിനിഞ്ഞാന്ന് വണ്ടി മറിഞ്ഞ് കാലും മുട്ടും ഒക്കെ പൊട്ടി, അങ്ങനെ ഒരു പ്രശ്നമായി. ആകപ്പാടെ മൊത്തം ഡെസ്പിലായിരുന്നു. എന്തായാലും ഇന്നൊരു നല്ലൊരു സന്തോഷമായി ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പ്രത്യേകിച്ച് സോമൻ സാറിനോട് വളരെ നന്ദിയുണ്ട്, ജോയി സാറിനോടും. എന്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിലും, അതായത് വളരെ ക്ലിയർ ആയിട്ട് വളരെ സിമ്പിൾ ആ മെത്തേഡിൽ കൊച്ചു പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സിമ്പിൾ മെത്തേഡിൽ ഓരോ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അത് സമയം പോയെങ്കിലും നമ്മൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ സാർ ഒരു മടിയില്ലാതെ പറഞ്ഞു തരുന്ന സോമൻ സാറ്, ജോയി സാറ്, ഒത്തിരി നന്ദിയുണ്ട്. പ്രത്യേകിച്ച് പ്രീത മാമിനോടും
അതായത് എനിക്ക് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ്. എനിക്ക് വിശ്വാസമുണ്ട് എപ്പോൾ ചോദിച്ചാലും സംശയം ചോദിച്ചാൽ സാറ് പറഞ്ഞു തരും എന്നുള്ള. പിന്നെ വളരെയധികം സന്തോഷമുണ്ട്. 2025 എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ്, 2023 എനിക്ക് LLB സർട്ടിഫിക്കറ്റ് കിട്ടി, 2025 എയ്ബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, ഇപ്പൊ 2025 എനിക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, പ്രത്യേകിച്ച് ടാക്സ് കൊച്ചിയോടും പിന്നെ എൻ്റെ എല്ലാ സഹപാഠികളോടും എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. അതോടൊപ്പം എല്ലാവർക്കും നല്ലൊരു വിഷസ് ഞാൻ ഈ സമയത്ത് എല്ലാവരോടും പറയാണ്. എൻ്റെ ഗുരുക്കന്മാരോടും വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസമെങ്കിലും നമുക്കൊരു നോളജ് പറഞ്ഞു തന്നിട്ടുള്ള ആളെ നമ്മൾ ജീവിതാവസാനം വരെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവനും സാറിന് നിങ്ങളെല്ലാവരും ഞാൻ ഓർക്കും, ഒരു സംശയമില്ല. അതുകൂടാതെ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. എനിക്കറിയാം സോമൻ സാറൊക്കെ ഏത് നിമിഷവും ചോദിച്ചാലും സംശയം ചോദിച്ചാൽ പറഞ്ഞു തരും, എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് ഈ സമയത്ത്. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ്. താങ്ക് യു. എനിക്ക് എന്താ ഇന്നലെ എന്നോട് വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് ഫോൺ നമ്പർ വന്നിരുന്നു. ആ ഫോൺ നമ്പർ ഞാൻ വാട്സാപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഇപ്പൊ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ സെഷൻ തുടങ്ങിയ ശേഷം എനിക്കൊരു കോൾ വന്നു. അപ്പൊ ഞാൻ ആദ്യം എടുത്തില്ല. പിന്നെ എനിക്ക് സംശയം തോന്നി. വീണ്ടും രണ്ടാമത് എടുത്തപ്പോൾ പറഞ്ഞ സാറ് ഈ നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കണം, എന്നാലേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സത്യത്തിൽ ഞാൻ ഇങ്ങനെ സെഷൻ തുടങ്ങിയ പിന്നെ ഞാൻ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഈ സെഷൻസിനെ ബാധിക്കുന്ന കാര്യം കൊണ്ട്. പിന്നെ എനിക്ക് എന്തോ സംശയം തോന്നി, ഞാൻ താൻ കയറിയതായിട്ട് കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ രണ്ടാമത് വീണ്ടും നോക്കിയതാ. വളരെ സാറേ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി തരാം, ബില്ലൊക്കെ എഴുതി അത് കഴിഞ്ഞ് നമ്മൾ EMI ചെയ്ത് അതെല്ലാം റെഡിയാക്കി ഞാൻ പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇനി നാളെ ചെയ്യാം. എന്റെ ഫോൺ അവിടെ വെച്ചിരിക്കുക, പഴയ ഫോൺ, അത് ഫാക്ടറി റീസെറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു എന്തായാലും മിസ്യൂസ് ഒന്നും ചെയ്യല്, എന്തായാലും എനിക്ക് സമയം പോയി, ഞാൻ പോവാണ്, നാളെ എന്തായാലും ഞാൻ വരും, നാളെ എനിക്ക് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ചാർജർ വാങ്ങിക്കാൻ മറന്നുപോയി, ചാർജർ എടുത്തില്ല. ഇനിയിപ്പോ നാളത്തുനിന്ന് ചാർജർ വാങ്ങിക്കണം, ഇപ്പൊ തീരും ഇതിന്റെ ചാർജ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, വീഡിയോ പണി കുഴപ്പമില്ല. ഞാൻ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. അപ്പൊ ഗീത മാമിന് സിറ്റുവേഷനിൽ പറഞ്ഞിരുന്നു 1-2 കേസുകൾ. ഇപ്പം കോണ്ടാക്ട്സ്, ഫോൺ പോയി കഴിഞ്ഞാൽ കോണ്ടാക്ട്സ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ അതിനകത്ത് ഡേറ്റ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് പലർക്കും അറിയാവുന്നതായിരിക്കും. നമുക്ക് കോണ്ടാക്ട്സ് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതാണോ അതിനകത്ത് പ്രൈമറി ചെയ്തിരിക്കുന്നത് അതിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നോ മറ്റൊരു മ്യൂട്ടാണ് മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിൽ നിന്നോ നമുക്ക് സിമ്പിൾ ആയിട്ട് കോൺടാക്ട് എടുക്കാം. ഈ ഡേറ്റ എല്ലാം കാണാൻ പറ്റും. കാരണം ഡിവൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ക്യാഷ് കൊടുത്ത് പുതിയ ഡിവൈസ് മേടിക്കാം, പക്ഷെ ഡേറ്റ പോയാൽ ക്യാഷ് കൊടുത്ത് കിട്ടില്ല. അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് ബാക്കപ്പ് ചെയ്യാൻ ഉള്ള സെറ്റപ്പ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാൻ വെച്ചാൽ ജിനു കമ്പ്യൂട്ടറിന്റെ ഒരു എക്സ്പെർട്ട് ആണ്, ഡാറ്റയാണ് കാര്യം. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ജിനുവിനെ വിളിക്കാം. ജിനുവിന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടി വിളിച്ചു നല്ല സപ്പോർട്ട് തരുന്ന ആളാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഫിസിക്കലി ഇങ്ങനെ കാണുന്ന ഒരു രൂപത്തിലല്ല സത്യം പറഞ്ഞാൽ. ഫിസിക്കലി കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നേരിട്ട് കാണുമ്പോൾ. പക്ഷെ എങ്കിലും ആ പുള്ളി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഹൃദയം കൊടുത്തുകൊണ്ട്, നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ടാണ് ജിനുവിനെ നിങ്ങളൊന്ന് വെൽക്കം ചെയ്യാനായിട്ട്. നല്ലൊരു ഹൃദയം കൊടുക്കണം ജിനുവിൻ്റെ അടുത്ത്, ഹാർട്ട് കൊടുത്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ജിനുവിനെ വിളിച്ചോളൂ, ജിനുവിനെ കിട്ടും. ജിനു സപ്പോർട്ട് ചെയ്യും. ടാക് കൊച്ചി എന്നാന്ന് പറയാൻ തീർച്ചയായിട്ടും യാതൊരു സംശയം ഉണ്ടാവില്ല. ഐ വിൽ സപ്പോർട്ട്. പ്രത്യേകിച്ചും മൊബൈല്, ലാപ്ടോപ്പ്, അതിന്റെ ഡാറ്റാബേസ് ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് സപ്പോർട്ട് കിട്ടും. താങ്ക് യു ജിനു, സംസാരിച്ചതിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കിത് കണ്ടപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയത് കാരണം. പ്രീത പ്ലീസ്. നമസ്കാരം. ഞാൻ എന്തായാലും ഗീത മാമിനെ ഭാഗ്യവതി ആയിട്ടുള്ള കൂട്ടത്തിലാണ് കാണുള്ളൂ. മൊബൈല് പോയിട്ട് ഒരു ഐഫോൺ അല്ലാണ്ട് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചത് എൻ്റെ അറിവിലില്ല. ഞാൻ പലരുടെ മൊബൈല് പല സ്ഥലത്തായിട്ട് മിസ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും തിരിച്ചു കിട്ടിയത്, പോലീസ് കംപ്ലൈന്റ് കൊടുത്താലും ഒന്നും തിരിച്ചു കിട്ടിയതായിട്ട് അറിയില്ല. ഇന്നലെ എസ് പിക്ക് കൊണ്ട് വീണ്ടും പരാതി കൊടുത്തു. SP അടുത്ത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ വീഡിയോ കൊടുത്തു. അപ്പുറത്തെ CCTV ഇതിന്റെ വീഡിയോ കിട്ടി. ഇയാൾ വന്ന് എടുക്കുന്ന സൈക്കിളിൽ ഈ ഐസ്ക്രീം വിൽപ്പനക്കാരൻ വന്ന് സൈക്കിളിൽ നിർത്തി നമ്മുടെ ഗേറ്റിന്റെ അവിടെ നിന്ന് ഫോൺ എടുക്കുന്നതും അയാൾ തിരിച്ചു വരുന്നതും കറക്റ്റ് ആയിട്ടുള്ള വീഡിയോയും പിക്ചേഴ്സും നമ്മൾ കൊടുത്തു. എന്നിട്ട് പോലും അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് SP അടുത്ത് ഇന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ SP പറയാണ്, നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് തന്നിട്ട് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ചാടിച്ചു. സൗത്ത് പോലീസ് സ്റ്റേഷൻ എല്ലാവരെയും വിളിച്ച് ചാടിച്ചു. ആക്ച്വലി എനിക്ക് ആ സമയത്ത് ഞാനല്ല 10:30 അവിടെ പോയിരുന്നതാ. 5 മണിക്കാണ് SP വന്നത്. 5 മണി വരെ ഞാൻ അവിടെ ഇരുന്നു.
എന്താന്ന് വെച്ചാൽ എനിക്ക് ഫോൺ പോയതിലല്ല, എൻ്റെ 2 സിമ്മും അതിനകത്തുണ്ട്, എല്ലാ ഫയൽസും കാര്യങ്ങളും എല്ലാം അതിനകത്താണ്. അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോകുന്നതിന് തുല്യമാണ്. ഫോണ് നമുക്ക് വാങ്ങിക്കാം, പക്ഷെ മറ്റേ ഡാറ്റാസ് എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും രാവിലെ 10:30 ഈ ഫോണും കൊണ്ട് നമ്മുടെ ഫ്ലാറ്റിൽ വന്നു, ബെല്ലടിച്ചു. ഞങ്ങളത്ര തന്നെ 10:30 തന്നെ ഞാൻ ഹസ്ബൻഡും കൂടി SB ഓഫീസിലേക്ക് പോയി. ആക്ച്വലി 10:30 ഫോൺ കിട്ടി. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ഈ ഫോൺ ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പോലീസ് വന്നു അവർ ഈ ഫോൺ വാങ്ങിച്ചിട്ട് പോയി. പിന്നെ ഞാൻ രാത്രി പോയി പോലീസ് അവിടെ നിന്ന് വാങ്ങിച്ചു. ശരി മാം, സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തത്, ഈ ഒരു വിൽ പവറോട് കൂടി ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്, അതെല്ലാവരും ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചു, അസൈൻമെന്റ്സ് എല്ലാം വെച്ചു. അപ്പോൾ ഈ ഒരു എനർജി മുന്നിൽ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം ഫുൾ വേണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പഠിക്കുക എന്നുള്ളതിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത്. അടിക്കടി അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമായിരിക്കില്ല നാളെ രാവിലെ എണീക്കുമ്പോൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻസ് വേറെ വന്ന് കിടക്കുന്നുണ്ടാവും, ഇന്നലെ GST കൗൺസിലിൽ ഇങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലയൻസിനെ കറക്റ്റായിട്ട് ഉപദേശിക്കാനായിട്ടും ഇല്ലെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യാനായിട്ടും ഫയൽ ചെയ്യാനായിട്ടും ഒക്കെ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കൽ പഠിച്ചു വെച്ചത് ഉറപ്പായിട്ടും മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു എനർജിയും കൂടെ ഉണ്ടാവണം, ഈ ഒരു എനർജി ലെവൽ മുന്നിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ പറഞ്ഞിട്ടും 21st സെഞ്ച്വറിയിലെ ഇല്ലിറ്ററേറ്റ് എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയാത്ത ആളല്ല, ബട്ട് ഹു കനോട്ട് റീലേൺ എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കൽ പഠിച്ചിട്ടുള്ള കാര്യം റീലേൺ ചെയ്യുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ മാതിരി അത് ഗ്രാബ് ചെയ്യാനും എല്ലാവരോടും ഒരു സോഷ്യലൈസ് ഒക്കെ നന്നായി ചെയ്യുമ്പോൾ തന്നെ പലരും ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ചെറിയ ചെറിയ വർക്ക് എന്ന് തരും. പിന്നെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് അവർ പൂർത്തീകരിക്കും എന്ന് ഒരു ക്ലയന്റിന് നമ്മുടെ മുകളിൽ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തന്നെ അത് നെക്സ്റ്റ് ആളോട് പാസ് ഓൺ ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചെന്നോളൂ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അവരെയാണ് കണ്ടത് എന്നുള്ളത്. അപ്പോൾ നെറ്റ്വർക്കിങ്ങും സോഷ്യലൈസിങ്ങും ഒക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അത് വളരെയധികം നമുക്ക് ലൈഫിൽ ഗുണം ചെയ്യും ഉറപ്പായിട്ടും. ആ സോഷ്യൽ സർക്കിൾ നിങ്ങളുടെ പ്രൊഫഷനെയും ഉറപ്പായിട്ടും ഗുണം ചെയ്യും. അവരത് നെക്സ്റ്റ്, കാരണം നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യാൻ കുറെ പരിമിതികളുണ്ട്. അപ്പൊ അതൊന്നും ഒരു CA പ്രൊഫഷൻ ഒരിക്കലും അത് പാടില്ല. പിന്നെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലും നമുക്ക് കുറെ അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആകെ ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റിയിൽ വേണം നമ്മളൊന്ന് എന്താ പറയുക പച്ച പിടിച്ച് രക്ഷപ്പെട്ട് പോരാനായിട്ട്. അപ്പൊ അത്രയും നന്നായിട്ട് ക്ലയന്റ് സർവീസ് കൊടുക്കാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും പറ്റട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. എന്തായാലും താങ്ക് യു പ്രീത. ജിനു, അടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് ജോൺസൺ സാറേ, ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജോൺസൺ സാറേ പ്ലീസ്. ജോൺസൺ സാർ. സുനീഷ് സാർ പ്ലീസ് സാറേ സർട്ടിഫിക്കറ്റ് ഒന്ന് വായിച്ചു കൊടുത്തേക്കണേ പ്ലീസ്. ഓക്കെ, വായിച്ചാൽ മതിയോ? വായിച്ചാൽ മതി. Congratulations, Mr. Suresh Aker. Virtually, I now hand over the certificate to you. Thank you. All my best wishes. All my best. Thank you, sir. സാറേ ഇതും കൂടി വായിച്ചോളൂ സാറേ. Miss Emma K. Pulinur, congratulations. Please accept this certificate virtually and handing over to you. All my best wishes. Good luck. Thank you, sir. Okay, Chino, ഒന്ന് ക്ലോസ് ചെയ്തോളൂ പ്ലീസ്. സർ, ഇനി ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഉള്ളൂ. അതൊരു മിനിറ്റ്, അവിടെ വെച്ചോ, നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ പറയാം. ഒന്ന് ക്ലോസ് ചെയ്തോ ജോൺസൺ സാറേ പ്ലീസ്. സാറ് നിങ്ങൾ പരിചയപ്പെടുത്തല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് എയ്ഡ് കൊറിയറിൽ സാറ് കേരളത്തിന്റെ റീജിയണൽ മാനേജറായിരുന്നു, GM ആയിരുന്നു. ഞാൻ സാറിന്റെ കൂടെ അവരുടെ ഫിനാൻസ് മാനേജറായിട്ടുണ്ടായിരുന്നു. ഒരു 10 വർഷത്തോളം സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഏറ്റവും ആദ്യം വിളിക്കുന്നത് സാറിനെയാണ്.
അത്രയും ഒരു ഇഴയെടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. നമ്മൾ പറയാത്ത രഹസ്യങ്ങളൊന്നുമില്ല. എന്ത് കാര്യം ക്ലാസ് തുടങ്ങുമ്പോഴാണെങ്കിലും എന്ത് കാര്യമാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുകയും ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കറക്ഷൻ ഞാൻ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ചില ഡ്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഞാൻ സാറിന് ചോദിക്കും, സാർ ഇതിങ്ങനെ മതിയോ എന്ന് ചോദിക്കുമ്പോൾ സാറ് കറക്ഷൻ ചെയ്ത് അത്രയും ഇഴയെടുപ്പും ഞങ്ങൾ തമ്മിലുണ്ട്. എല്ലാ കാര്യവും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാറിന് ഞാൻ ലിങ്ക് കൊടുത്തു. സാർ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ്. സാറേ പ്ലീസ്. Thank you very much, Gopalji, for this introduction. എന്തായാലും I was enjoying that. Anyway, ഞാൻ ഈ കോഴ്സുകൾ തുടങ്ങുന്നതിൻ്റെ ആദ്യം മുതലേ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ലൈക്ക് സോമൻ സാറ്, ജോയ് സാറ്, പ്രീത മാം, ഇവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. I used to attend the first classes, I think you remember. Because Gopal, ഞങ്ങൾ വിളിക്കുന്നത് ഗോപാൽജി കേട്ടോ. That is that with loving call, because of his nature നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. So I'm happy to see you all once again, particularly at the close of this particular session. വളരെ സന്തോഷമായിട്ടൊരു ടീം ഇവിടെ പ്രസന്റ് ചെയ്യുന്നതും എല്ലാവരെയും കാണുന്നതും എനിക്ക് വളരെ സന്തോഷമുണ്ട്. And I'm happy that things are going scaling up. That's because of teamwork. സംശയമില്ല. And you have a good team leader also, Gopalji. കാര്യം that personality is something which I always relish, and I keep that that relationship. Gopalji പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് relationship. Okay. And the dedication, the determination, and whatever he gets at, it's something for value to others. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. And with his whole body, mind and soul, അതിലെന്ത് വേണമെങ്കിലും അതിന്റെ പുറകെ പോകും. And that is why he's got a good team also. Especially very much thankful to Soman sir, Joyce sir, Preeta ma'am, and all others. I know there are many others also. Also the technical expert, I know Jimmy John. I know him also from very well, from long. എന്തായാലും ഇതിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് ലൈക്ക് നിങ്ങൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിലാഷിന്റെ പകുതി ആയപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്. എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ജസ്റ്റ് എൻജോയിങ് മൈ ടൈം. ആൻഡ് ഓൾ മൈ ബെസ്റ്റ് വിഷസ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ആൻഡ് ആ ഒരു കണക്ഷൻ ദാറ്റ് യു റിസീവ് ത്രൂ ദിസ് കോഴ്സ് ഇസ് സംതിങ് വിച്ച് യു കനോട്ട് വാല്യൂ. Like it's priceless എന്ന് വേണമെങ്കിൽ പറയാം. Thank you very much and all my best wishes. Thank you sir. Thank you. Okay. ജിനു, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മൾ വളരെ അറിയാലോ, എപ്പോൾ തുടങ്ങുമ്പോഴും ബാച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഒരാൾ മാത്യു സാറാണ്. ബാച്ച് 1 സീനിയറാണ്. ഞാൻ വളരെയധികം റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എന്തുകൊണ്ടും ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഏറ്റവും അർഹതപ്പെട്ടത് മാത്യു സാറാണ്. സോ ഞാൻ മാത്യു സാറിനെ കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. മാത്യു സാറെ ഒന്ന് വായിച്ചേക്കണേ പ്ലീസ്. മ്യൂട്ടാണ്. മാത്യു സാർ മ്യൂട്ട് ചെയ്തിരിക്കുക. മിസ്റ്റർ ഷാജഹാൻ എസ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ ഒന്ന് ക്ലോസ് ചെയ്തോളൂ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ എല്ലാവർക്കും അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും. ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ട്. നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് പിന്നീട് ഞാൻ അത് മെയിലിൽ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രിന്റ് എടുത്ത് വെക്കുക. സത്യത്തിൽ നമുക്ക് എന്താ പറയാ, ഞാൻ അതിലേക്ക് പിന്നിലേക്ക് പോവാം. ഷാജഹാന്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓവർ ടു ഷാജഹാൻ. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാൻ ഈ കോഴ്സിന് വന്നിട്ട് ഞാൻ 1 മാസത്തോളം ലൈവ് ക്ലാസ്സിന് കയറാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു, റംസാൻ ആയതുകൊണ്ട്. പിന്നെ റെക്കോർഡിങ്ങും നമ്മുടെ ജി കെ സാറിന്റെ ആ ഒരു ഇനിഷ്യേറ്റീവും ആ ഒരു കരുതലും കൊണ്ടാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് റെക്കോർഡിങ് വരികയും ആ 1 മാസം നമുക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും സാർ ആ രീതിയിൽ തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിന് ഞാൻ സാറിനെ ഫസ്റ്റ്ലി താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ GST എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ അത് എത്രത്തോളം അത് ആവുമെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. കാരണം അത്രത്തോളം ടഫായി. എനിക്കറിയാം GST പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് എങ്ങനെയാണെന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വളരെ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സോമൻ സാറ്, ജോയ് സാറ്, പ്രീത മാം,
ജീക സാറ് ഇവരുടേതായ ആ സിംപ്ലിസിറ്റി, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള, വളരെ ഒരു സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഡൗട്ട് ഇല്ല, എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമാണ്. പിന്നെ നമുക്ക് ഡൗട്ട് ചോദിക്കാനായിട്ടുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത രീതിയിൽ ക്ലാസ് എടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് പിന്നെ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടി. ആ ഒരു കോൺഫിഡൻസും ആ ഒരു കരുതലും തന്ന നമ്മുടെ ടാക്സ് കൊച്ചി ടീം എല്ലാ അധ്യാപകർക്കും എൻ്റെ സ്നേഹവും നന്ദിയും, അതുപോലെ തന്നെ എൻ്റെ കൊളീഗ്സ്, ഇപ്പൊ ഞാൻ എല്ലാ സമയങ്ങളിലും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ സന്ധ്യ മാഡം ഉണ്ട്, സൗമ്യ മാഡം ഉണ്ട്, ഇമാ മാഡം ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ പലരും നമുക്ക് വേണ്ടിയിട്ട് പല ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ അധ്യാപകർക്ക് ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ ഒരു റിലേഷൻ, ഈ സ്നേഹം ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇമാമ പ്ലീസ് മ്യൂട്ട്. Good evening, sir. Good evening, everyone. First of all, thank you so much your opportunity തന്നതിന്. And GK sir എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാലും GK sir എപ്പോഴും ചിരിച്ചോണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നോണ്ട് നമുക്ക് പല കാര്യങ്ങൾക്കും പ്രശ്നമില്ലാതെ പോകാൻ പറ്റി. അതുപോലെ ജോയ് സാർ എന്ന് പറഞ്ഞാല് നമ്മള് ലിവിങ് എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയുന്ന പോലെ GSTയുടെ എന്ത് കാര്യം ചോദിച്ചാലും ഏതോ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും സാറിന് അത് ഉത്തരം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാർമാരും അതുപോലെ സോമൻ സാർ എന്റെ മോളെയും പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ ഗുരുക്കന്മാരുടെ എല്ലാ ഗൈഡൻസും കൊണ്ടും GST എന്നുള്ള മഹാസമുദ്രത്തിന്റെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് കുറച്ച് ഭാഗം മീൻസ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം എനിക്ക് കറക്റ്റ് ആയിട്ട് പിടികിട്ടി. ബാക്കി ഭാഗങ്ങൾ ഇനി ജോയ് സാർ പറഞ്ഞ പോലെ ട്രൈ ടു ബി എ ബെറ്റർ യു ദാൻ യെസ്റ്റർഡേ, ആ ഒരു രീതിയിൽ ഡെയിലി അപ്ഡേഷൻസും പിന്നെ പഴയ കാര്യങ്ങളാണെങ്കിൽ തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. And thank you so much Tax Kochi for giving me. And Preeta എന്ന് പറയുന്ന ആള് എന്റെ ഒത്തിരി ജൂനിയർ ആണെങ്കിലും കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയാണ് പ്രീത പഠിപ്പിക്കുന്നത്. പ്രീതയുടെ ക്ലാസ് കേൾക്കാൻ തന്നെ ഒരു നല്ല സുഖമുള്ള ഒരു ക്ലാസ് ആണ്. അതുപോലെ ഗീത എന്ന് പറയുന്ന ആള് ഭയങ്കര ബബ്ലി ആൻഡ് ചിർപ്പി, ഭയങ്കര നല്ല രസമാണ് ഗീതയുടെ വർത്തമാനം കേൾക്കാനായിട്ട്. എല്ലാവരോടും എന്റെ ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. Thank you. സുനീഷ് പ്ലീസ്. ഗുഡ് ഈവനിങ് ടു ആൾ. വളരെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ടാക്സ് കൊച്ചി ടീമിനോട് ടാക്സ് കൊച്ചിയുടെ പ്രൊഫഷണൽ ടീമിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സാറേ, ഇനി ഒന്നും പറയാനില്ല, എല്ലാരും പറഞ്ഞു കഴിഞ്ഞത്. താങ്ക് യു. മാത്യു സാറേ പ്ലീസ്. സാറേ, ഇപ്പൊ ഈ സോമൻ സാറ് പറഞ്ഞ പോലെ കണ്ടിന്യൂസ് അപ്ഡേഷൻ ഇല്ലാതെ നമുക്ക് ഈ ഫീൽഡിലല്ല ഇവിടെ നല്ല ഒരിടത്തും പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. സോമൻ സാറിന്റെ ക്ലാസ് ഞാൻ 2018 ഒരു ഫോം 9 ഒരു ക്ലാസ് നമ്മുടെ സെയിൽറ്റൈസിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു പോയതാണ്. സോമൻ സാർ ഫോം 9 ആദ്യം മുതൽ അവസാനം വരെ കാണാപ്പാടാ പറയുന്നത്. ഒരു ബുക്ക് ഒരു കടലാസെ പോലും നോക്കാതെ. അപ്പൊ അതിനകത്തൊരു സംശയം ചോദിച്ചാൽ അപ്പം തന്നെ അതിന്റെ മറുപടി റെഡിയാണ്. അങ്ങനെയാണ് ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് സോമൻ സാറിന്റെ പടവും കൂടെ കണ്ടപ്പോഴാണ് ഞാൻ ഇതിനകത്ത് ചേരാൻ തീരുമാനിച്ചത്. ഏതായാലും നമുക്ക് മുമ്പോട്ടും ഇതുപോലെ തന്നെ പോകാം. പിന്നെ മാസത്തിലൊന്നോ അല്ല 2 മാസത്തിലൊന്നോ നമുക്കൊരു അപ്ഡേഷന് വേണ്ടി ഒരു ക്ലാസ് വെച്ചാലും കുഴപ്പമില്ല. അതിനൊരു പെയ്ഡ് ആയിട്ടാണേലും ഒരു സബ്സ്ക്രിപ്ഷൻ മേടിച്ചാലും അത് നമുക്കൊരു ഉപകാരപ്രദമായിരിക്കും. അത് എല്ലാവർക്കും അത് ഉപകാരമായിരിക്കും പുതിയ അപ്ഡേഷൻ വരുമ്പോഴേ.
ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു മാത്യു സാറേ. മാത്യു സാറിന്റെ മകനുണ്ട് കൂടെ. അവർ രണ്ടുപേരും നമ്മുടെ TDSന്റെ ബാച്ചിൽ ഒരുമിച്ചുണ്ടായത് ആളാണ്. മാത്യൂസ് ഉണ്ട്. ഓക്കെ, തോമസ് എന്നാണ് പേര്. CA ആണ്, പ്രാക്ടീസ് ചെയ്യാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ലേ. അപ്പോൾ അംബിക ബാച്ച് 1-ലായിരുന്നു 2-ലായിരുന്നു അംബിക? ഞാൻ 3 ബാച്ച് ആയിരുന്നു. ഈ ബാച്ച് അംബിക ഒരു ബാച്ചിൽ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാ. ഈ ബാച്ചിൽ ഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഫുൾ ടൈം നിങ്ങൾക്ക് അറിയാം എല്ലാ ദിവസവും. ഞാൻ ഇതിന് അസൈൻമെന്റ്സ് മാത്രം അവന് പ്രത്യേകിച്ച് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ പഠിക്കണം എന്നുള്ള രണ്ടുപേരാണ് ഈ കഴിഞ്ഞ ബാച്ചിൽ നിന്ന് പ്രത്യേകിച്ചും വാശി പിടിച്ച് വന്ന. മാത്യു സാർ ഫുൾ ടൈം ഉണ്ടായിരുന്നു, പിന്നെ ജോബിമ ഉണ്ടായിരുന്നു, CA ജോബിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹസ്ബൻഡിന് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് കയറാൻ പറ്റിയിരുന്നില്ല. അതാണ്. പക്ഷെ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ ഫുൾ ടൈം നമ്മൾ വന്ന ആള് അംബികയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. സോ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ, സർട്ടിഫിക്കറ്റ് ഓൾറെഡി നേരത്തെ വാങ്ങിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് വീണ്ടും സർട്ടിഫിക്കറ്റ് അതേ രീതിയിൽ വീണ്ടും കൊടുക്കുന്ന വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും എങ്ങനെയാണെന്ന് പറയാനും ഓവർ ടു അംബിക പ്ലീസ്. ആദ്യമായി ഞാൻ ടാക്സ് കൊച്ചിക്കും സാറുമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ 3rd ബാച്ചിൽ വന്നിട്ട് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയില്ലായിരുന്നു. ചെയ്യാനൊരു പേടിയായിരുന്നു പിന്നീട് എപ്പോഴും. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഓൾറെഡി ഒരു എന്റർപ്രണർ ആണ്. അപ്പൊ ഒരുപാട് ഇത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട് വേറെ കൺസൾട്ടൻസിക്ക്. പക്ഷെ അവരൊന്നും നമ്മളൊരു ഡൗട്ട് ചോദിച്ചാൽ നമുക്കൊന്നും പറഞ്ഞു തരാറൊന്നുമില്ല. പക്ഷെ ഏത് സമയത്ത് വിളിച്ചാലും GK സാറായാലും സോമനായാലും, ഞാൻ പിന്നെ ജോയ് സാർ അങ്ങനെ വിളിച്ചിട്ടില്ല. എപ്പോഴായാലും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനി ഈ ക്ലാസ് കഴിഞ്ഞു പോയാൽ ഇവര് ഫോൺ എടുക്കുമോ, ഇവര് എന്തെങ്കിലും പറഞ്ഞു തരുമോന്ന്. പക്ഷെ ഏത് സമയത്തായാലും അതിനൊരു ഉത്തരം പറയുന്നത് ഞാൻ വേറെ ഒരു എവിടെയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളിപ്പോ ഒരു കോഴ്സ് കഴിഞ്ഞു വന്നാൽ പിന്നെ അവര് നമ്മളായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല, നമ്മൾ ചിലപ്പോൾ ചോദിച്ചാൽ തന്നെ. പക്ഷെ ഇത് അതേ ദിവസം തന്നെ, അല്ലെങ്കിൽ അത് പിറ്റേ ദിവസം എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. അതേ ദിവസം തന്നെയാണ് എനിക്ക് മറുപടി കിട്ടിയിട്ടുള്ളത്. സോമൻ സാറൊക്കെ ഞാൻ ഒത്തിരി വിളിച്ചിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല താങ്ക്സ്. ടാക്സ് കൊച്ചി ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. 3rd ബാച്ചിൽ നിന്നും എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട്. 7th ബാച്ചിൽ പുതിയ അപ്ഡേഷൻസ് ഒക്കെ സാർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, വളരെ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് ഏകദേശം 9:36. തോമസ് എന്തെങ്കിലും പറയാനുണ്ടോ പ്ലീസ്? ഞാൻ ഈ തോമസിനെ മാത്രം കേട്ടില്ലെങ്കിൽ വിഷമമുണ്ട്. തോമസെ പ്ലീസ്. ഇല്ല സാർ, ഞാനായിട്ട് ഇനി ഇപ്പൊ എന്താ പറയാ. തോമസിന്റെ CAയുടെ ആ ഒരു ജേണിയും കൂടെ കൂടി ഒന്ന് വിവരിച്ചോ? അയ്യോ, ഞാൻ ശരിക്കും TDSന്റെ ബാച്ചിനെ TDSന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോ? TDSന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, TDSന്റെ ക്ലാസ്സിന് വരുന്ന സമയത്ത് എനിക്ക് TDSനെ കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെ ഒരു TDS റിട്ടേൺ ഫയൽ ചെയ്യണമെന്നോ അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നോ യാതൊരുവിധ പിടിയില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ TDSന്റെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ അത്യാവശ്യം കോൺഫിഡന്റ് ആയി. അത്യാവശ്യം ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 1-2 വർക്കുകൾ ഭാഗ്യത്തിന് കിട്ടി അന്നേരം തന്നെ. അപ്പം ഞാൻ ഏതായാലും അത് ഏറ്റെടുത്തു. ദൈവാധീനത്തിന് ക്ലാസ് കഴിഞ്ഞതോടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകാനായിട്ട് പറ്റി. TDSന്റെ ക്ലാസ് കൊണ്ട് അതെനിക്കൊരു നല്ലൊരു മെച്ചമായിരുന്നു. കാരണം പാർട്ട്ണർഷിപ്പിന് പോയിട്ടുണ്ടെങ്കിലും TDSന്റെ ആ ഒരു ഇതിലേക്ക് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ വർക്കുകൾ ചെയ്യുന്നത് കുറവായിരുന്നു. ഞങ്ങൾക്കാണെങ്കിലും ഇപ്പം ആർട്ടിക്കിളിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പം കണ്ടിന്യൂസ് ഞങ്ങൾ അത് തന്നെയായിരിക്കും മിക്കവാറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ക്ലിയർ ആയിട്ട് കിട്ടി. പിന്നെ GSTയുടെ ആണെങ്കിലും ഏറ്റവും ഒരു പ്രശ്നം വന്നുകൊണ്ടിരുന്നത് ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. നമുക്ക് വരുന്ന സംശയങ്ങള് ഇപ്പൊ ഞാനിവിടെ പല ആൾക്കാരോട് ചോദിക്കുമ്പോഴും നമുക്ക് പല അഭിപ്രായമാണ് കിട്ടുന്നത്. അതൊരു വലിയ പ്രശ്നമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ടാക്സ് കൊച്ചിയുടെ ക്ലാസ് കൊണ്ട് അവിടെ എനിക്കൊരു സൊല്യൂഷൻ കിട്ടി. നമ്മുടെ ഡൗട്ട് എത്ര നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ സോമൻ സാറാണെങ്കിലും ജോയ് സാറാണെങ്കിലും പ്രീത മാഡം ആണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളു. എത്ര ക്ലയന്റ് ഉണ്ട് ഇപ്പൊ TDS ഫയൽ ചെയ്യാനായിട്ട്? TDS ഇപ്പൊ ഒരു 5-6 പേരുണ്ട്. 5-6 പേരുടെ ഫയൽ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ അടുത്ത ബാച്ച് TDS ആണ്. അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഞാൻ ഇനി 2-3 കാര്യങ്ങൾ ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചോട്ടെ.
ഒന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മെയിലായിട്ടായിരിക്കും അയച്ചു തരാം. നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ എൻ്റെ അറിയാലോ, ഇനി എനിക്കൊരു 2-3 തിരക്കുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇങ്ങനെയൊക്കെ അയച്ചു തരാം. നിങ്ങൾക്ക് അത് പിന്നെ നിങ്ങൾ പതുക്കെ പ്രിന്റ് എടുത്ത് വെക്കാം. സത്യത്തിൽ എനിക്ക് ഓഫ്ലൈൻ വേണമെന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ പരിമിതികളുള്ള കാരണം കൊണ്ടാണ്. നമുക്ക് അടുത്തൊരു ബാച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈനിൽ വെക്കാം. പിന്നെ മാത്യു സാർ പറഞ്ഞ മാതിരി എന്തായാലും നമുക്ക് മാസത്തിലൊരു ഒരു എന്താ പറയുക ഒരു അപ്ഡേഷൻസ് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ കഴിഞ്ഞ തിരക്കും കാര്യങ്ങളുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ എന്തായാലും അറിയിക്കാം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഒന്നും കൂടി ഉറപ്പിച്ച് പറയാണ്, ഈ യാത്രയിൽ നിങ്ങളെ വഴിയിൽ വെച്ചിട്ടുണ്ട് പോവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂക്കിന് നേരെ ശ്വാസം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ഞാനില്ലെങ്കിലും ജോയ് സാറുണ്ട്, സോം സാറുണ്ട്, പ്രീതി, ആരെങ്കിലുമൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് ആരും ഇല്ലെങ്കിലും നമ്മുടെ ഓൾഡ് ബാച്ചിൽ കിടക്കുന്ന ആളുകൾ പോലും ഇതിൻ്റെ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരാണെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്ത് വരും. അതിനെക്കുറിച്ച് ഒരിക്കലും പേടിക്കേണ്ട. കാരണം നമ്മളൊരു യാത്ര വന്ന് ഒരുമിച്ച് പോകേണ്ട യാത്ര. അപ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച മാതിരി അപ്ഡേഷനാണ്. അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ഇനി എല്ലാ പ്രാവശ്യക്കാരും ഇതൊക്കെ ഇന്നലെ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഈ പ്രായമായി കഴിഞ്ഞാൽ, കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കാര്യം നോക്കാറായി, ഇനി എന്നെ ഒന്നും പഠിപ്പിക്കേണ്ട, ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന അച്ഛനോടും അമ്മയോടൊക്കെ പറയും. എനിക്ക് നിങ്ങളോടൊക്കെ പറയുള്ളൂ, നിങ്ങളൊക്കെ പ്രായമായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാനുള്ള ശേഷിയുണ്ട്. പഠിച്ച കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ നോക്കുക. ഞാൻ ഇന്നലെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ കാര്യത്തിൽ ഞാൻ ആ ഒരു പോളിസി അങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് ആരോടും ചോദിക്കുന്നില്ല. അത് നിങ്ങൾക്ക് കാണാൻ കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചത് മാത്രം. എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ആയി എന്ന് വിചാരിക്കും, തീർച്ചയായിട്ടും വിളിക്കാം. ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നും നമ്മൾ പെരുമാറുന്ന ഒരാളുകളല്ല. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. തിരക്കുണ്ടെങ്കിൽ ഫോൺ പിന്നീട് അറ്റൻഡ്. പക്ഷേ ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാസ്ക് കൊച്ചി നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതെനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷം നിങ്ങളെല്ലാവരും വന്ന് ലൈവായിട്ട് നിന്ന കാര്യത്തിൽ. നമ്മുടെ കൂടെയുള്ള 3-4 പേർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരെ നമ്മൾ അടുത്ത ബാച്ചിലേക്ക് തുടങ്ങുമ്പോൾ അവരെ വിളിക്കും. പേഴ്സണലി ഒരു കണക്ഷൻ അവരെല്ലാവരും ഉണ്ടായ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് നാട്ടറിയാം. അല്ലാതെ മനഃപൂർവ്വം ആരും കയറാതിരുന്നില്ല. നിങ്ങളും എനിക്കറിയാം, നിങ്ങൾ ഇടയ്ക്ക് കയറാതിരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല. പേഴ്സണലി നമുക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പക്ഷേ ഞാനത് നമുക്കൊരു വാശിയുള്ള കാരണം കൊണ്ടും ഈ ഒരു സെഷൻ ഇത്രയും ചെയ്യുമ്പോൾ സോമൻ സാറും ജോയ് സാറും ഒപ്പിട്ടൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാറ്റിയിട്ട് നിങ്ങളുടെ പ്രസന്റേഷൻ. എന്തുകൊണ്ടാണ് പ്രസന്റേഷൻ ഇമ്പോർട്ടൻറ്റ് എനിക്കറിയാം. ഞാൻ അങ്ങനെ പ്രസന്റേഷൻ ചെയ്ത് പഠിച്ച കാരണം കൊണ്ടാണ് ഒരു പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളോട് ഇത്ര നേരം സംസാരിക്കാനും എനിക്ക് ഒരു പക്ഷേ ഒരു എന്താ പറയുക ഈ ഒരു മത്സരത്തിൽ എനിക്ക് ഈ ഒരു 12ാം ഇതിലേക്ക് വേറെ ടീമിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത് ഇതേമാതിരി ഉള്ള ചില നമ്മുടെ കണ്ടിന്യൂസ് ലേണിങ്ങും ആ പേടി മാറ്റിക്കൊണ്ട് ചെയ്തിട്ടതായിരുന്നു. ഞാൻ 5 വർഷം മുമ്പ് വരെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല. അക്കൗണ്ടന്റുമാരെ പണി അറിയില്ല. നമ്മൾ കൂടുതൽ സംസാരിക്കും. നമ്മൾ ആകെ കണക്ക് മാത്രം വരുമ്പോൾ എന്താ പറയുക തല്ലുകൂടാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. അതിൽ നിന്ന് ഭയങ്കര മാറ്റം ഉണ്ടാക്കിയാൽ നമുക്ക് ഈ കോഴ്സ് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ കോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അഭിലാഷ് സാറിനെ പരിചയപ്പെടുന്നത്. ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ. കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉള്ള ആളുകളൊന്ന് പിടിച്ചിരുത്താൻ എന്തെങ്കിലും കയ്യിൽ വേണ്ടേ എന്ന് നോക്കിയിട്ട് അങ്ങനെ അപ്പോൾ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഇതിൽ ചെന്നാൽ, അല്ലാതെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഓടിച്ചാടി കയറിയതല്ല. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാം. അതിന് മുമ്പ് ഞങ്ങൾ 2 പ്രാവശ്യം പറ്റുമല്ലോ നമുക്ക്. പക്ഷേ എനിക്ക് നിങ്ങളോട് പിടിച്ചിരുത്തി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ രസം ഞാൻ പറയും. ഞാൻ അതിൻ്റെതാ പറഞ്ഞത്. സന്ധ്യയോട് 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ സന്ധ്യ ഓൾറെഡി ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതാണ് അതിൻ്റെ ആ അഭിലാഷ് സാറിന്റെ സെഷനിൽ പങ്കെടുത്തതിൻ്റെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടിയിട്ടുള്ളത്. അഭിലാഷ് സാർ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, ഞാൻ നിങ്ങളോട് പങ്കുവച്ചില്ല. കേരളത്തിന് പുറത്തേക്ക് ഒരു ട്രെയിനിങ് സെഷനിലേക്ക് വിളിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഡേറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ട്. 30-ാം തീയതി പറഞ്ഞിരുന്നത്. ചിലപ്പോൾ ഡേറ്റ് ഒന്നും കൂടി മാറ്റും. ഇല്ലെങ്കിൽ 30-ാം തീയതിയാണ് സെഷൻ. ചെന്നൈയിലാണ്. സ്റ്റേറ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് സെയിൽസിന്റെ ടീമിനാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനും കൂടി അവസരമൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നതിന് തീർച്ചയായിട്ടും ടാസ്ക് കൊച്ചി സഹായിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. അഭിലാഷ് സാറിന്റെ ടീം നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്കും ഇതേമാതിരിയുള്ള ചില നിങ്ങളുടെ വിഷൻസൊക്കെ നമ്മുടെ പാഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ വർക്കുകൾ പോകണം. ഫുൾ ടൈം കണക്ക് മാത്രമേ പോരാ, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ. അപ്പം ഹാപ്പിനെസ് ആണ്. എവിടെയാണോ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന മേഖലകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിയുക, അവിടെയാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. പലപ്പോഴും നമുക്ക് പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇത്രയും പല നമുക്ക് ചില ദുഃഖകരമായ വാർത്തകൾ കേൾക്കുന്നു എങ്കിൽ
ഒന്നിലോ അവർക്ക് ആ പാഷനിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരെവിടേക്കോ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊക്കെ സന്തോഷം കണ്ടെത്താനുള്ള വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനിൽ കൂടെയാണ് കൊണ്ടുപോകേണ്ടത്. സന്തോഷം കണ്ടെത്താൻ വേറെ കുറേ വഴികളുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ച് നമുക്ക് നമ്മുടേതായ ഒരു എത്തിക്സിന്റെ പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ പ്രൊഫഷനിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൂടെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. 2025 2030 ആകുമ്പോഴേക്കും നിങ്ങളൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് GSTയുടെ പ്രൊഫഷണൽസായി മാറട്ടെ. ലൈഫിൽ പറയും കൂടി നമ്മൾ ലേൺ ടുഗദർ, ഏൺ ടുഗദർ, ഗ്രോ ടുഗദർ. ഇപ്പം നമ്മൾ ലേൺ ടുഗദർ ആയിട്ടുള്ളൂ, അടുത്തത് നമ്മൾ ഏൺ ടുഗദറിലേക്ക് പോകണം. ആ ഏൺ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഗ്രോ ടുഗദറും അതിൻ്റെ ഒപ്പമായിട്ടുണ്ടാവും. നമുക്ക് ഇടയ്ക്ക് ഇതുമാതിരി മീറ്റിങ്ങുകൾ ഉണ്ടാവും, വിളിക്കുമ്പോൾ വരിക, മാറി നിൽക്കരുത്. കാരണം മാറി നിന്നാൽ നമുക്ക് നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവില്ല, കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇത്ര നേരം കേട്ട നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകിച്ചും എനിക്ക് നന്ദി ഏറ്റവും കൂടുതൽ പറയേണ്ടത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങളാണ് ഈ ബാച്ചിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. ഞാൻ അടുത്തൊരു കോഴ്സിലേക്ക് ആളുകളെ വിളിക്കുമ്പോൾ എനിക്ക് ആളുകളെ നിങ്ങളുടെ റെഫറൻസിലാണ് എനിക്ക് നമ്മളെ ആളെ കിട്ടേണ്ടത്. നമ്മൾ ആ വലിയ കാര്യമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ടെലികോളറെ വെച്ചിട്ട് നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യാറില്ല. ഫേസ്ബുക്ക് ആഡ് കൊടുക്കാറുണ്ട്, പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാറ് എല്ലാ പ്രാവശ്യം നിങ്ങൾ പഴയ ബാച്ചിൽപ്പെട്ട ആളുകൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു സപ്പോർട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാം. കാരണം ഒരു അറിവിൻ്റെ ഒരു വെളിച്ചമായിട്ട് തന്നെയാണ് കാണേണ്ടത്. ആ രീതിയിൽ ഞാൻ ഇതിനെ കാണുന്നു. റോയ് സാറിനോടും തോമസ് സാറിനോടും പ്രീതിയോടും ഒക്കെ പ്ലസ് ജിനുവിനോടും ഒക്കെ ഉള്ള നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തൽക്കാലം ഈ യാത്രയ്ക്ക് ചെറിയൊരു ബ്രേക്കാണ്, കുറച്ച് ദിവസം കുറച്ച് നേരം, പക്ഷെ കണ്ടിന്യൂസ് യാത്ര തന്നെയാണ്, നമുക്ക് മുന്നോട്ട് പോകാം. ഒപ്പം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാർ ഇന്നലത്തെ ക്ലാസ്സിന്റെ അത് ഞാൻ ഇട്ടിട്ടില്ല. ഇന്നലത്തെ ഞാൻ വീട്ടിലിരുന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായി എനിക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഇന്ന് രാവിലെ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വന്നപ്പോൾ പിന്നെ ഈ അറിയാലോ മത്സരത്തിൻ്റെ റിസൾട്ട് ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷമാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വിളികളും ബഹളമൊക്കെ ആയിട്ട് എനിക്ക് അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്, കിട്ടിയിട്ടില്ല. ഞാൻ നാളെ രാവിലെ അത് ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് രാവിലെ കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി തരാനുണ്ട് എനിക്ക്, മറ്റേ നിങ്ങളുടെ MCQയുടെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതും കൂടി ഞാൻ ഇട്ടേക്കാം. രണ്ടും എൻ്റെ മനസ്സിൽ ചെയ്തിട്ടാണ്, അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് പിന്നീട് കിട്ടിക്കോളും. ഒരാഴ്ച എനിക്ക് എന്താ ചെറിയൊരു ചലഞ്ചും കൂടി വന്നാൽ എനിക്ക് 4-ാം തീയതി എൻ്റെ ഈ ഫൈനൽ റൗണ്ട് 4-ാം തീയതിയാണ്. ടഫ് കോമ്പറ്റീഷനാണ്. നല്ല 44 പേരിൽ നിന്ന് 12 പേരിലേക്ക് വന്നപ്പോൾ ഇനി അതിൽ നിന്ന് ഒരു 1005 പേരിലേക്കെങ്കിലും 1005 പേരിലേക്ക് കടന്നു വരണം എന്നാണ് മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല, എങ്കിലും ഇത് തന്നെ ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ തിരക്കിലുണ്ടാവും. അപ്പോൾ ആ തിരക്ക് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കായിരിക്കും കുറച്ച് ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ഈ ഓഫീസ് റൂം റെന്റ് GST ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ഗ്രൂപ്പിൽ ഇടാവോ? ഓഫീസ് റൂം റെന്റ് എന്താ ഉദ്ദേശിച്ചത് പറഞ്ഞു, ഇപ്പൊ തന്നെ നമുക്ക് പറയാം. അതായത് ഒക്ടോബർ മുതൽ നമ്മൾ GST ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നില്ലേ റൂം റെന്റ് കൊടുക്കുന്നതിന്? അതായത് കൊമേഴ്ഷ്യൽ റെന്റിന് RCM വന്നത്, റിവേഴ്സ് ചാർജ് മെക്കാനിസം വന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളിൽ നിന്ന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ ബിസിനസ് സ്ഥാപനം ഒരു റെന്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. ആ ടാക്സ് റിവേഴ്സ് ചാർജിൽ രജിസ്റ്റേർഡ് പേഴ്സണായ റെസിപ്പിയന്റ് അടയ്ക്കണം. അപ്പൊ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചെയ്യാനുണ്ടോ? GSTR 1ലേക്ക് നമ്മളിപ്പോൾ സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം. സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ബിക്കോസ് സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണല്ലോ, നമുക്കാണ് ടാക്സ് അടയ്ക്കുന്നത്. നമ്മളവിടെ സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും. അതിന്റെ നമ്പർ ടേബിൾ നമ്പർ 13 കൊടുക്കണം. GSTയുടെ ആ ഇൻവോയ്സ് സെൽഫ് ഇൻവോയ്സിന്റെ നമ്പർ കൊടുത്താൽ മതി. പിന്നെ അതിന്റെ പ്രൊവിഷൻസ് ഡിക്ലെയർ ചെയ്യുന്നത് 3B-ലേക്കാണ് നമ്മൾ RCM അടയ്ക്കുന്നത്. അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യാം. അതിന് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചോളൂ. എനിക്ക് തോന്നുന്നത് ആ റെന്റിന്റെ ഒരു മറ്റേ അജിസാർ ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ട്, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഒരു സെമിനാർ പോലെ വെച്ചപ്പോൾ നമ്മൾ ഓർപ്പിച്ചാ ഞാൻ അപ്പോൾ എല്ലാവരും വിളിക്കാൻ മറക്കണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും. നീ കണ്ടുമുട്ടുന്നിടം വരെ കേട്ടുമുട്ടുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം. ബൈ. ഗുഡ് നൈറ്റ്. TDSന്റെ ബാച്ച് മെയ് 1 ഉണ്ടാവും കേട്ടോ. ഞാൻ ഒന്നുകൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ. ജിനു വിളിക്കാം. ഓക്കെ ഗുഡ് നൈറ്റ്. ജിനുവിന്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. താങ്ക് യു സർ. താങ്ക് യു ഓൾ മൈ ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാവരും പോയിട്ട് ഞാൻ ഇന്ന് സൂം ഓഫ് ചെയ്യുന്നുണ്ടോ? താങ്ക് യു സർ. താങ്ക് യു ജിനു. താങ്ക് യു.
Meet you all. Thank you, sir. Thank you. Good night. Good night.